ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ പ്രഭാകരൻ പ്രഭു, ഹരേ കൃഷ്ണ സവിതാ ഹരേ മാതാജി, ഹരേ കൃഷ്ണ ഗുരുപ്രഭു, ഹരേ കൃഷ്ണ ശ്യാമള ഹരിപ്രിയ ദേവിദാസി മാതാജി, ഹരേ കൃഷ്ണ ഉത്തമ ഭക്തി രോഹിണി ദേവിദാസി മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി, ഹരേ കൃഷ്ണ ഭാരതി മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ ഗീതാഗായിനി മാതാജി. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ശ്രീമദ് ഭാഗവതം നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്, ഒരു സംരംഭം തുടക്കിടുകയാണ്. ആക്ച്വലി ഇത് ഞാൻ കുറേ നാളുകളായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിലും സാധിക്കാതെ പോയ ഒരു കാര്യമാണ്. കാര്യം ഗുരുപ്രഭു തന്നെ ഇവിടെ ഞങ്ങളുടെ BV-യിൽ ക്ലാസ് ഒക്കെ എടുത്തു തുടങ്ങി, പക്ഷെ ഇടയ്ക്ക് വെച്ച് അത് നിന്ന് പോകേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആള് ഇങ്ങനെ കുറവായിട്ട് അങ്ങനെ നിന്ന് പോകേണ്ട സാധ്യത വന്നിരുന്നു. അപ്പൊ എനിക്കതൊരു പേടിയായിരുന്നു, എങ്ങനെ അത് തുടങ്ങും. കാര്യം ഭാഗവതം എന്ന് പറയുന്നത് അത്ര വലിയൊരു ടോപ്പിക്കാണ്. 12 കാണ്ഡമുണ്ട്. അങ്ങനെ അത്ര വിശാലമായ ഒരു മഹാസമുദ്രം പോലെ കിടക്കുന്ന ആ ഒരു സംഭവം, 18,000 ശ്ലോകം അടങ്ങിയത്. കാര്യം അതിനുള്ള യാതൊരു യോഗ്യതയോ അതുപോലെയുള്ള ഒരു കാര്യങ്ങളോ നമുക്കില്ലാത്തത് കൊണ്ടും പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തേണ്ടി വരുമോ എന്നുള്ളൊരു പേടി കാരണവും, അപ്പൊ അങ്ങനെ പല പല പ്രശ്നങ്ങളും. പിന്നെ ഇതേ സമയത്ത്, അതായത് ഞാനിവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നാട്ടിൽ ഉറങ്ങേണ്ട സമയമാകും, ജോലി കഴിഞ്ഞെത്തുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം കൊണ്ട് ഇത് നീട്ടി വെച്ചു. പക്ഷെ ഇപ്പം യാത്രയിൽ നിന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം വന്നു, ഫസ്റ്റ് കാണ്ഡോ വായിക്കണമെന്ന്. അപ്പൊ അങ്ങനെ എനിക്കൊരു വൈഷ്ണവരുടെ കൃപ കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഒത്തുവരികയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് നന്നായിട്ട് പോകും. അപ്പം ഈ ഒരു ഭാഗവതം എന്ന് പറയുന്ന ആ ഒരു രസം, അത് കുടിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ കുടിക്കുകയാണ്, പാനം ചെയ്യുകയാണ് ഭാഗവത രസം. പ്രഭു അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പറയും. അപ്പം അതിനെപ്പറ്റി പറയാനായിട്ടുള്ള, അതിനെ മഹിമകളെ പറ്റിയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറയാനുള്ള യാതൊരു യോഗ്യതയില്ല. വെറുതെ ഒരു ഡിസ്കഷനായിട്ട് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കൃപ ഉള്ളത് കൊണ്ട് നമുക്കിത് തുടങ്ങാം. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഗൗരിപ്രിയ സച്ചി ദേവിദാസി മാതാജി കയറിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ ഗൗരിപ്രിയ മാതാജി. ഹരേ കൃഷ്ണ. പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരുപാട് നാളുകൾക്ക് ശേഷം മാതാജിയെ കാണാൻ സാധിച്ചു, വളരെയധികം സന്തോഷം. ഹരേ കൃഷ്ണ രോഹിണി മാതാജി. ഹരേ കൃഷ്ണ രമണി രോഹിണി ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഗുരുപ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരുപാട് സന്തോഷം. അപ്പൊ ഞാൻ അധികം നീട്ടുന്നില്ല, കാര്യം നമുക്ക് 1 മണിക്കൂർ സമയമേ ഉള്ളൂ. പിന്നെ ഗുരുപ്രഭുവിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. അതിനു മുൻപേ ജസ്റ്റ് നമ്മുടെ ഗൗരിപ്രിയ മാതാജി, ഗീതാകാനി മാതാജി, രോഹിണി മാതാജി, നിങ്ങൾ 3 പേര് എന്തെങ്കിലും ഒരു കുറച്ച് സംസാരിച്ചിട്ട് നമുക്ക് ഗുരുപ്രഭുവിന്റെ അടുത്തേക്ക് മൈക്ക് കൊടുക്കാം. അപ്പം മാതാജി ഹരേ കൃഷ്ണ. ഗൗരിപ്രിയ മാതാജി എന്തെങ്കിലും ഒരു വാക്ക്, ഒരു അനുഗ്രഹ പ്രഭാഷണം, അല്ല അനുഗ്രഹമായിട്ടൊരു വാക്ക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും എന്റെ വിനീതമായ പ്രണാമം. എന്തായിരുന്നാലും പ്രഭു ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഗുരുവിന്റെയും പ്രഭുപാദരുടെയും ഭഗവാന്റെയും കൃപ ഉണ്ടാവട്ടെ. നന്നായിട്ട് ഈ ഒരു സത്സംഗം കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഗീതാകാനി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഗുരുപ്രഭു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം, ഗൗരങ്കായുടെ അനുഗ്രഹം എല്ലാം കിട്ടട്ടെ ഇത് മുന്നോട്ട് പോകാനായിട്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭാഗവത രസം നമ്മള് പാനം ചെയ്യുകയാണല്ലോ. നിഗമകൽപ്പതരോർ ഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരകോ രസിക ഭൂവി പാവുക. അപ്പൊ ആ ഒരു അമൃത് നമ്മള് പാനം ചെയ്യാനായിട്ട് നമുക്ക് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. രമണി രോഹിണി ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാമം. എല്ലാ വൈഷ്ണവർക്കും എന്റെ ദണ്ഡവത് പ്രണാമം. സദാസേവ്യ ശ്രീമദ് ഭാഗവതി കഥ യസ്യാ ശ്രവണമാത്രേണ ഹരിശ്ചിത്രം
ഹരിശ്ചിത്തം സമാശ്രയേത് എന്നാണ് പറയുന്നത്. എപ്പോഴും സദാസേവ്യ എപ്പോഴും സേവിക്കുക. പ്രഭുപാദര് ഭക്തി എന്ന വാക്ക് ഭക്തി എന്ന് മാത്രമായിട്ട് പറയില്ല, ഭക്തിയുത സേവനം, ഭക്തി ഈക്വൽ ടു ഭക്തിയുത സേവനം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ ഇവിടെ നമ്മൾ ശ്രീമദ് ഭാഗവതത്തെ സേവിക്കുക. സ്വയം ഭഗവാൻ തന്നെയാണ് അക്ഷര രൂപത്തിലുള്ള അവതാരമായിട്ട് നമുക്ക് കലിയുഗത്തിലേക്ക് ഭഗവാൻ മാറ്റിവെച്ചത്. അപ്പോ ആ ഒരു ഭാഗവതത്തെ സേവിക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സേവയാണ്. അപ്പൊ പ്രഭു ആ ഒരു സേവ ഏറ്റെടുത്തിരിക്കുന്നു. ആ ഒരു സേവയിൽ നമുക്ക് എല്ലാവർക്കും ഭാഗഭാക്കാവാൻ കഴിയുന്നെങ്കിൽ മാക്സിമം ആളുകൾ അത് ഉപയോഗപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക. അപ്പൊ ഇങ്ങനെയുള്ള വൈഷ്ണവരെ എല്ലാവരെയും നമ്മുടെ മുന്നിലേക്ക് ഭഗവാനും ഗുരുവും എത്തിക്കുന്നതാണ്. അത് മനസ്സിലാക്കി നമുക്ക് അവരോടൊപ്പം ചേർന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്കും വായിച്ചു പോകാം. അമേരിക്കയിലൊക്കെ റെഡ്വുഡ് ട്രീസിന്റെ കാര്യം പറയാറുണ്ട്. റെഡ്വുഡ് ട്രീസിന്റെ വേരുകള് അതിങ്ങനെ ചേർന്ന് കോർത്ത് നിൽക്കും എന്ന് പറയും. അതുപോലെ നമ്മൾ സത്സംഗത്തിലായിരിക്കുമ്പോൾ നമ്മുടെ റീഡിങ്ങിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകും. ചിലപ്പോൾ നമുക്ക് ഈ റീഡിംഗ് ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ ബോറടിക്കും. ഇപ്പൊ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് വളരെ രസകരമായിട്ട് അത് ഇപ്പൊ മാതാജിമാരൊക്കെ പറഞ്ഞു, പ്രഭു പറഞ്ഞു പിബതം രസമാലയം. ശരിക്കും അത് പിബതം രസമാലയം ആണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോഴെങ്കിലും നമ്മൾ തനിയെ വായിച്ചാൽ അത് ബോറടിക്കും. പക്ഷെ അത് സത്സംഗത്തിൽ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ആ രസം എത്രത്തോളാണെന്ന് നമുക്ക് നുകരാനായിട്ട് കഴിയും. അപ്പൊ ആ ഒരു ഹരിശ്ചിത്തം സമാശ്രയേത്, ഹരി ഭഗവാൻ ഹരി നമ്മുടെ ചിത്തത്തിലേക്ക് അങ്ങനെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിലെ ഭഗവാനെ എത്തിക്കാനായിട്ട് പ്രഭു ഈ ഒരു ശ്രമം തുടങ്ങിയത് വളരെയധികം സ്വാഗതാർഹമാണ്. വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. എല്ലാവരും പ്രഭുവിനോടൊപ്പം ചേരുന്നതന്നെ ഞാനും ആശിക്കുന്നു. എനിക്കും കഴിയുമ്പോഴെല്ലാം ഞാനും ജോയിൻ ചെയ്യാം പ്രഭു. ഹരി കൃഷ്ണ. എന്തായാലും ഈ ഒരു അവസരത്തിൽ വിളിച്ചതിന് വളരെയധികം നന്ദി. പ്രഭുവിനോട് എല്ലാവർക്കും സാഷ്ടാംഗ നമസ്കാരം. ഹരി കൃഷ്ണ. ഹരേ താങ്ക് യു കൃഷ്ണ. പ്രഭു. താങ്ക് യു എല്ലാവിധ മാതാജി. അനുഗ്രഹവും ഭഗവാന്റെയും ഗുരുവിന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിബോൾ. ഹരി ഹരേ കൃഷ്ണ. കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ജയഗോപാൽ കൃഷ്ണദാസ് പ്രഭു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഒരു അനുഗ്രഹ വചനം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗുരുപ്രഭു ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പോവുകയാണ്. പ്രഭു ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ ഒരുപാട് പ്രഭുജി. താങ്ക്സ് പ്രഭു ജോയിൻ ചെയ്തതിന്. അയ്യോ പ്രഭുജി, അങ്ങനെയൊന്നും പറയാതെ. ഹരേ കൃഷ്ണ. മാതാജി, രോഹിണി മാതാജി, മാതാജിയെ കണ്ടു. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും പിന്നെ ഗീതഗായനി മാതാജി ഉണ്ട്, രവികരൻ പ്രഭുജി ഉണ്ട്, പിന്നെ വേറെ എല്ലാവരും ഞാൻ മൊബൈലിൽ നിന്ന് ജോയിൻ ചെയ്തായിരുന്നു. എല്ലാവരും ഗൗരപ്രിയ മാതാജി ഉണ്ട്. ഹരേ കൃഷ്ണ. ശ്യാമല ഹരിപ്രിയ മാതാജി ഉണ്ട്. അങ്ങനെ ഒത്തിരി സീനിയർ ഡിവോട്ടീസ് എല്ലാവരും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതൊരു വേദിയാണ്. ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല പ്രഭുജി. എനിക്ക് തന്നെയല്ല, പ്രഭു എന്റെ ബ്ലെസ്സിങ്സ് എന്നൊന്നും പറയരുത്. നിങ്ങളെ അവരെ പോലെ മാതാജി, ഗൗരപ്രിയ മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിച്ചിരിക്കുക, അതുകൊണ്ട് ഞാൻ തൊഴാൻ പറ്റുന്നില്ല. പ്രണാംസ് മാതാജി. പ്രണാം. അപ്പോൾ അന്നേരം മാതാജിയൊക്കെ പ്രസന്റ് ആയിരിക്കുന്ന ഈ ഒരു ഇതില് ഓട്ടോമാറ്റിക്കലി ഓസ്പീഷ്യസ്നെസ് വരും പ്രഭുജി. പിന്നെ എന്നെ പോലുള്ള എന്തോ പറയാന് എനിക്ക് തന്നെ ഭയങ്കര ഒരു എംബാരസ്മെന്റ് ഫീലിംഗ് തോന്നുന്നു പ്രഭു. പ്രഭു യാത്രയുടെ ആ ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഒരു വാക്ക്. അല്ലല്ല, യാത്രയുടെ ഉത്തരവാദിത്വം ഒരിടത്ത് ഓക്കെ. ആ ബേസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതം ഒരു റീഡിംഗ് സെഷനായിട്ട് പ്രഭു തുടങ്ങിയത് വലിയൊരു സംഭവമാണ്. അത് നമ്മുടെ പ്രഭുജിയെ കൊണ്ടിട്ട് അത് ഇനാഗുറേറ്റ് ചെയ്യിക്കുന്നതിൽ അത് അതിലും വലിയ അസ്പീഷ്യസ്. പിന്നെ അതിന്റെ കൂടെ ഗൗരപ്രിയ മാതാജി, മറ്റുള്ള മാതാജിമാരും ഗീതാകാരി മാതാജിയും അവരെ ഒക്കെ പങ്കെടുക്കുന്നതിൽ അതിലും വലിയ ഭയങ്കര അസ്പീഷ്യസ്നെസ് ആണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ പ്രഭുജി അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് ഉറപ്പാണ്. തന്നെയല്ല ഭാഗവതം വായിക്കാനുള്ള അവസരം പ്രഭു ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അതെങ്ങനെ മാതാജി ചില ശ്ലോകങ്ങളൊക്കെ കോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, രോഹിണി ദേവിദാസി മാതാജി. എനിക്കിതൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, കാരണം എനിക്കും കുറച്ച് താല്പര്യമുള്ള ഒരു വിഷയമാണ്. അറിവൊന്നും ഇല്ലെങ്കിലും അത് ഒത്തിരി നമ്മളെ പ്യൂരിഫൈ ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഭാഗവതം വായിച്ചു പോയി കഴിഞ്ഞാൽ മാത്രം തന്നെ നമുക്ക് ഒത്തിരി പ്യൂരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോ എല്ലാം നന്നായി വരട്ടെ. നല്ല ഒരു
സ്റ്റെപ്പാണ് പ്രഭുജി എടുക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം പ്രഭുവിനും അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ഗീതകാനി മാതാജിക്കും, ഗൗരവപ്രിയ മാതാജിക്കും, രോഹിണി മാതാജിക്കും, ശ്യാമല ഹരിപ്രിയ മാതാജിക്കും, പിന്നെ സാബുകൃഷ്ണൻ പ്രഭുജി ഉണ്ട്, ഹരേകൃഷ്ണ പ്രഭുജി ഇതെന്റെ മൊബൈലിൽ എല്ലാവരും ഹരേ കൃഷ്ണ എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഗുരുപ്രഭുവിനും എല്ലാവർക്കും ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ ചൈതന്യ കൃഷ്ണ. പ്രഭുവുണ്ട് ഇവിടെ. ഹരേ കൃഷ്ണ. ഞാനും ഞാനൊരു മൊബൈലിലെ ഒരു സേവ ലോഗിൻ ചെയ്തു. ഏറ്റെടുത്തു പോയി. പ്രഭു ഇതിലുണ്ടായിരുന്നു. കിരീടത്തിന്റെ ഒരു പരിപാടിയില്ല, അത് കാരണം ഇതില് മര്യാദയ്ക്ക് പ്രഭു ഇപ്പോഴും പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല. ഹരേ കൃഷ്ണ. പ്രഭു പ്രഭു ഇപ്പോഴും ഇന്നലെ ആ പ്രഭുവിനെ കാണാൻ സർവീസ് സാധിച്ചു. വിട്ടിട്ടില്ലല്ലേ? കിരീടമുണ്ടാക്കുന്ന സർവീസ് ഇപ്പോഴും വിട്ടിട്ടില്ലല്ലേ? വിട്ടിട്ടില്ല. വളരെ അപൂർവമായിട്ട് പ്രഭുവിന് സമയം കിട്ടാറുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ പോയി കൊണ്ടുവന്നതാണ്. രഥയാത്ര വരുന്നുണ്ടല്ലോ അതിന്. എങ്ങനെയും പ്രഭു അത് ചെയ്യും രഥയാത്ര സമയത്ത്. ഓ, അത് സംശയമില്ല. പ്രഭുവിന് ആ സേവനം കിട്ടിയിരിക്കും. ഗീതകാനി മാതാജി ഹരേ കൃഷ്ണ. ഹരിപോൽ. അപ്പൊ എല്ലാവർക്കും ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമ. ഹരേ കൃഷ്ണ. സാബുകൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ. ഒരു വാക്ക്, ഒരു അനുഗ്രഹം. പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു മ്യൂട്ടിലായി പോയി. സാബുകൃഷ്ണ പ്രഭു. हरे कृष्णा प्रभु, दंडवत प्रणाम। ഹരേ കൃഷ്ണ പ്രഭു. അതെ അതെ, പ്രഭുവിന്റെ മെസ്സേജ് വായിച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. കാരണം പ്രഭു ഇങ്ങനെ ചെയ്യുന്ന ഒരു സേവനം, അത് നമ്മുടെ ഒക്കെ വളരെ ആദരണീയനായ, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട നമ്മുടെ ഗുരുപ്രഭുവിനെ കൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാൻ തീരുമാനിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇതിനകത്ത് പങ്കെടുക്കാൻ വരാനും ഇത് കേൾക്കാനും, അതുപോലെ തന്നെ ഇത് ഈ പ്രഭുവിന്റെ ആ ഗ്രൂപ്പിലുള്ള മറ്റ് ഡിവോട്ടീവ്സൊക്കെ ശ്രീമദ് ഭാഗവതം നിഗമ കൽപ്പ തരോർ ഗളിതം ഫലം ശുഖമുഖാദമൃത ദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക വിഭാവുക. അങ്ങനെ ആ മാങ്ങയുടെ തൊലിയില്ലാത്ത പഴുത്ത മാങ്ങയുടെ ആ രസം നമ്മൾ ഒത്തിരി കാലം പ്രഭുവിന്റെയും അതുപോലെ തന്നെ നമ്മുടെ മുരളീഹസ്ത ദാസ് പ്രഭുവിന്റെ ഒക്കെ ശുഭമുഖത്ത് നിന്ന് ശ്രീമുഖത്ത് നിന്ന് വളരെയധികം കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 2 വർഷക്കാലമായിട്ട് നമുക്കതിനുള്ള അവസരം കുറവാണ്, ഇല്ലാതില്ല. എന്നാലും പ്രഭുവിൽ നിന്ന് തന്നെ അത് വീണ്ടും കേൾക്കാനും, അതുപോലെ തന്നെ ജയേഷ് പ്രഭുവിന്റെ സത്സംഗത്തിലുള്ള ഡിവോട്ടീസിനും പുതിയ ഡിവോട്ടീസിനൊക്കെ കേൾക്കാനും അങ്ങനെ ഒരു അവസരം പ്രഭു ഒരുക്കിയത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതും നമ്മുടെ ഗുരുപ്രഭുവിന്റെ മുഖത്ത് നിന്ന് തന്നെ കേൾക്കാൻ സാധിച്ചത് വളരെ ഭംഗിയായ കാര്യമാണ്. കൂടുതൽ എനിക്ക് പറയാനൊന്നും അറിയില്ല, കാരണം എല്ലാവരും എൻ്റെ സീനിയർ ആയിട്ടുള്ള ഡിവോട്ടീസാണ്. നിങ്ങളിൽ നിന്നൊക്കെ കേട്ട് പഠിച്ചത് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ജയകൃഷ്ണൻ പ്രഭു പറഞ്ഞതുപോലെ പ്യൂരിഫൈഡ് ആവാൻ ഏറ്റവും നല്ല മാർഗം നിത്യം ഭാഗവത സേവയാന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രഭുവിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ദീർഘകാലം ഇതുപോലെയുള്ള പ്രവചനങ്ങൾ നടത്താനും ധാരാളം പതിതാത്മാക്കളെ ആത്മീയ പാതയിലേക്ക് കൊണ്ടുവരാൻ ഗുരുവിന്റെയും ഈശ്വരന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഇവിടെ സാവിത്രി കേശവദാസി മാതാജിയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യം പ്രഭു എത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും സുസ്വാഗതം. അതുപോലെ ഞാൻ വലിയൊരു ഉത്തരവാദിത്വം ആണ് ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശംസകളോട് കൂടി, അതുപോലെ തന്നെ ഭഗവാന്റെയും എല്ലാ ഗുരുക്കന്മാരുടെയും ജപതാ ഗുരുമഹാരാജിന്റെയും ശ്രീല പ്രഭുപാദരുടെയും ഗുരുപരമ്പരയുടെയും എല്ലാം അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഞാൻ ഗുരുപ്രഭുവിനെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും അതുപോലെ തന്നെ മഹാത്മ്യം അതുപോലെ തന്നെ ഇൻട്രഡക്ഷനും എടുക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ഹരേ കൃഷ്ണ പ്രഭു, സ്വാഗതം. ഹരേ കൃഷ്ണ. ദണ്ഡവത് ജയ ഹോ. हरे कृष्णा प्रभु, दंडवत प्रणाम माताजी। हरे कृष्णा। और ഹരേ हरे കൃഷ്ണ പ്രഭു. हरे कृष्णा। ഹരേ കൃഷ്ണ. പ്രഭാകൻ പ്രഭു ഹരേ കൃഷ്ണ. ഞാൻ ഇപ്പോഴാ പ്രഭുവിനെ हरे കണ്ടത്. कृष्ण प्रभु।
ഞാൻ ഹരേ കൃഷ്ണ പ്രഭു. ഡ്യൂട്ടിയിലാണ് മോഹനേജി, ഡ്യൂട്ടിയിലാണ്. അതാണ് കുറെ കാലമായി കണ്ടിട്ട് നമ്മളല്ലേ. അതെ. ജയേഷ് പ്രഭുവിനെയും സുബ്രഹ്മണ്യം പ്രഭുവിനെയും ഒക്കെ ഇടയ്ക്ക് കണ്ടിരുന്നു. ആ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ഗുരുപ്രഭു ദണ്ഡ പ്രണാം. दंडवत जय हो। जय कृष्ण प्रभु, जय गौर प्रभु, पूरा हरे कृष्ण माता जी। ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ओके ओके हरे हरे कृष्ण പ്രണാം പ്രഭു. हरे कृष्ण। ഹരേ കൃഷ്ണ പ്രഭുജി, സുബ്രഹ്മണ്യ പ്രഭുജി, ദണ്ഡവത് പ്രണാം. दंड प्रणाम प्रभु। പ്രഭു ഒക്കെ ഇതിലുണ്ടെന്ന് അറിഞ്ഞ ഒത്തിരി സന്തോഷം പ്രഭുജി. प्रभु इतनी ड्यूटी आई പോയി പ്രഭു. ആ ഓക്കെ പ്രഭു. എന്നാലും കുഴപ്പമില്ല പ്രഭു, ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ, അത് മതി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാ എല്ലാ വൈഷ്ണവർക്കും വൈഷ്ണവികൾക്കും എൻ്റെ ദണ്ഡവത് പ്രണാമം. എന്തൊക്കെയോ നിങ്ങളൊക്കെ പറഞ്ഞ് അതിനൊന്നും യാതൊരു യോഗ്യതയും നമുക്ക് ഇല്ല. ഞാൻ നിങ്ങളുടെ ദാസോസ്മി. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നത്തെ ഇത് പ്രഭു പറഞ്ഞത് ജസ്റ്റ് ഭാഗവത്തെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അന്ന് കണ്ടപ്പോൾ നമുക്കും ഒരു വൈക്ലഭ്യം, കാര്യം എല്ലാം നല്ല സീനിയറായിട്ടുള്ള ഭക്ത വൃന്ദങ്ങളാണ്. നിങ്ങളുടെ മുമ്പിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കും ഒരു വിഭ്രമമുണ്ട്. ഭഗവാന്റെയും ഗുരുവിൻ്റെയും കൃപയെ എന്തെങ്കിലുമൊക്കെ പറയാം. പിന്നെ എല്ലാവർക്കും എൻ്റെ ദണ്ഡവത്. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. എസ്പെഷ്യലി ദോഹ ഡിവോട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വളരെ ഒരു ഹൃദയം നിറഞ്ഞ സ്നേഹമാണ് എല്ലാവരോടും എൻ്റെ ദണ്ഡവത് പ്രണാമം. എല്ലാവർക്കും ഹരേ കൃഷ്ണ. എല്ലാവരും ഈ ഇത്രയും സമയമായിട്ടും ഇത് കേൾക്കാൻ വന്നതിൽ വളരെ സന്തോഷം. ഭഗവാന്റെ ഗുരുവിൻ്റെ ആചാര്യന്മാരുടെയും കൃപ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് തുടങ്ങാം. ഒരിക്കൽ കൂടി എല്ലാവരുടെയും പാദം തൊട്ട് നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ. हरे कृष्णा गुरु प्रभु प्रणाम। हरे कृष्ण माताजी, जय हो। दंडवत दंडवत दंडवत। कोटि हरे कोटि कृष्णा प्रभु। प्रणाम। हरे कृष्णा धन्यवाद। प्रभु जी दंडवत प्रणाम। हरे कृष्ण माता, हरे कृष्ण हरे कृष्ण हरे कृष्ण. ഗൗരിപ്രിയ സുഖമായിരിക്കുന്നോ? ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. ജയേഷ് പ്രഭു എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ പ്രഭുജി, നമ്മളും മിനിഞ്ഞാന്ന് സംസാരിച്ചല്ലോ, പുതിയതായിട്ടൊന്നുമില്ല. പ്രഭുവിനെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് പ്രഭുജി. അത് ശരി. ഫോണിലല്ലേ കാണുന്ന, സൗണ്ടല്ലേ കേൾക്കുന്നുള്ളായിരുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് തുടങ്ങാം. ശില പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്. ജയ രഥ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി യശോദനന്ദന ബ്രിജ ജന രഞ്ജന യമുന തീരാവനചാരി. ജയോ രഥ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി യശോദനന്ദന ബ്രിജ ജന രഞ്ജന യമുന തീരാവനചാരി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗാദാധര ശിവസാരി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.
ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശ്ലാഘയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാമഹ്യം ദദാതി സുധാതി. വന്ദേകം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഗണരഘുനാഥാന്വിതം തം സജീവ സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാനിതാം ച യേ കൃഷ്ണകരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി ശഭാനസ്തുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധു ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ ദണ്ഡവത് പ്രണാം. ഹരിബോൾ. എല്ലാവരും ഈ ഭാഗവത ഗ്ലോറിഫിക്കേഷന്, അതായത് ഇത് 4 കുമാരന്മാർ ഭാഗവതത്തെ സ്തുതിക്കുന്നതാണ് ഇന്നത്തെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഭാഗവതത്തെ പൊതുവെ നമ്മൾ പറയുന്നുണ്ട് അമല പുരാണം, തെറ്റുകൂടാത്ത പുരാണമാണ്, പഞ്ചമവേദം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാഗവതം പഠിക്കുന്നതിലും കേൾക്കുന്നതിലും എന്തൊക്കെയാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അനുഭവം ഇത്യാദിയാണ് 4 കുമാരന്മാർ ഇത് പറയുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ യസ്യ സ്മരണേന മാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവ വിഷ്ണുവേ. യസ്യ സ്മരണേന മാത്രേണ, വിഷ്ണുവിനെ സ്മരിച്ച മാത്രയിൽ, ജന്മ സംസാര ബന്ധനാത്, ജനന മരണ സംസാര ആ ബന്ധത്തിൽ നിന്ന് മുക്തി നേടുമെന്ന് പറയപ്പെടുന്നു. വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവ വിഷ്ണവേ. അതായത് വിഷ്ണു എന്നാൽ സൃഷ്ടിയുടെയും എല്ലാ സൃഷ്ടിയുടെയും ആദ്യ കാരണഭൂതനാഥൻ എന്നാണ് വിഷ്ണുവിനെ പറയുന്നത്. എന്നാൽ വിഷ്ണു എന്നാൽ വീണ്ടും പറയുന്നത് സ്വയം സൃഷ്ടി നടത്തി അതിൽ കയറി വീണ്ടും അദ്ദേഹത്തിൻ്റെതായ പ്രവൃത്തി നടക്കുന്നു. ഞാൻ അതിലോട്ടൊന്നും കയറി പോകുന്നില്ല, കാരണം ഇപ്പൊ തന്നെ 10 മണിയാകുന്നു, നിങ്ങൾക്കും ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ വിഷ്ണു സൃഷ്ടി നടത്തിയിട്ട് അദ്ദേഹം തന്നെ നടത്തിയ സൃഷ്ടിയിൽ അദ്ദേഹം തന്നെ കയറി വീണ്ടും പ്രവൃത്തിയിൽ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് വിഷ്ണു എന്നാൽ പറയാനുള്ള കാരണം വ്യാപ്നോതി വിശദേ ഇതി വിഷ്ണു. എല്ലാത്തിൻ്റെ സൃഷ്ടാവ്, എല്ലാം സൃഷ്ടിക്കുന്നു. എന്നാലോ ആ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും എല്ലാം സൃഷ്ടിക്കുന്നതുമായ വിഷ്ണു അദ്ദേഹം തന്നെ സൃഷ്ടിച്ചതിൻ്റെ അകത്ത് കയറുന്നു. നമുക്കറിയാം, ഗർഭോദാശായ വിഷ്ണു അദ്ദേഹത്തിൻ്റെ രോമകൂപങ്ങളിൽ നിന്ന് ജലങ്ങൾ പ്രവഹിപ്പിച്ച് അതിൽ കിടന്ന്, അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വീണ്ടും വെള്ളം പ്രവഹിച്ച് അതിൽ കിടന്നിട്ട് അദ്ദേഹത്തിൻ്റെ രോമകൂപങ്ങളിൽ ബബിൾസുകളായിട്ട് ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. ആ ബബിൾസ് ആയിരുന്നു ബ്രഹ്മാണ്ടത്തിൽ കാലി എയറാണ്, അതിൻ്റെ അകത്ത് കയറി വീണ്ടും സൃഷ്ടി നടത്തുന്നു. അതിൽ പരമാത്മരൂപേണ ശ്രീഗോദാശായ വിഷ്ണു കയറി എല്ലാ സർവ്വചരാചരങ്ങളും കയറി ഇങ്ങനെ എന്തെല്ലാം നടത്തുന്നു അതിലെല്ലാം അദ്ദേഹം കയറി അദ്ദേഹത്തിൻ്റെതായ പ്രവൃത്തികൾ ചെയ്യുന്നവൻ. എന്നാൽ ക്ലാരേ വസന്തി വരവേത്ര ഹതോത്തമാങ്ക, ഇവിടെ ഹതോത്തമാങ്ക എന്ന് പറയുന്ന വാക്ക് വളരെ പ്രസക്തി നേടിയതാണ്. അതായത് വിഷ്ണു ലോകത്തില് ജയവിജയന്മാർ, ഈ പറയുന്ന ദേവന്മാർക്കോ എല്ലാവർക്കും ചില സമയങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ വിഷ്ണു ലോകത്ത് നമ്മുടെ ഇന്ദ്രദേവൻ ചെന്ന സമയത്ത് ഈ ജയവിജയന്മാർ ചോദിക്കുന്നു, അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ?
ഇല്ല, എന്നാൽ ഇന്ന് പറ്റത്തില്ല, ദർശനം നാളെ വാ, അപ്പോയിൻമെന്റ് എടുത്തിട്ട് വരാം. അപ്പൊ അങ്ങനെ ഉള്ള ആ വിഷ്ണു ലോകത്ത് ഒരു സമയം ഓരോരുത്തർക്കും ദർശന സമയം കൊടുത്തിട്ടുണ്ട്. ആ ദർശന സമയത്തിൽ കൂടുതൽ അവിടെ നിൽക്കുകയാണെങ്കിൽ അവരെ ഹതോത്തമാങ്ക എന്ന് പറഞ്ഞാൽ തലയ്ക്ക് അടിക്കും, വലിയ വടി കൊണ്ട്. അപ്പൊ അതൊരു കൃപയാണ്. പക്ഷേ അതെന്ത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ സമയത്തിനുള്ളിൽ ദർശനം കൊടുത്തിട്ട് പോകണം. അപ്പൊ സാഷ്ടാംഗം വീഴുന്ന ശബ്ദം, ആ കിരീടമൊക്കെ ആ വിഷ്ണു ലോകത്ത് സ്പർശിക്കുന്ന ശബ്ദമൊക്കെ എല്ലായിടത്തും ടിൻ 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 കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ സമയം കൂടുതൽ എടുത്താൽ തലയ്ക്ക് അടി കിട്ടും. ബ്രഹ്മാവിന് 4 തലയാണ്. അപ്പൊ ബ്രഹ്മാവ് കൂടുതൽ എടുത്താൽ 4 അടി കിട്ടും കൂടുതലായിട്ട്. അടുത്ത് നമ്മുടെ ശിവഭഗവാനെ പഞ്ചമുഖൻ എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം കൂടുതൽ സമയം ഇട്ടാൽ അദ്ദേഹത്തിന് 1 അടി കൂടെ കൂടുതൽ കിട്ടും. അദ്ദേഹത്തിന്റെ മകനായ ഷൺമുഖൻ 6 മുഖമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് 6 അടി കിട്ടും. എന്നാൽ ഭാഗ്യത്തിന് ഇവിടെ രാവണൻ വരുന്നില്ല. കാരണം വന്നാൽ രാവണന് 10 അടി ഉറപ്പാ, ഇല്ലേ? അത് കാരണം രാവണൻ തൽക്കാലം ഈ സാഹസത്തിന് തുനിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് ശോണിപതിത്വം അഥവാ ഏകം അഖിചനത്വം നിത്യം ദദാസി ബഹുമാന അഥ അപമാനം വൈകുണ്ഠവാസം അഥവാ നരകേ നിവാസം വാസുദേവ മമ നാസ്തി ഗതി സ്യാധ്യാനം എന്ന് വെച്ചാൽ, നീ എന്നെ രാജാവ് വേണേ ആക്കിക്കോ. ഭഗവാനെ ശിഷ്ടാത്തിലെ അവസാനത്തെ ശ്ലോകം ഏറെക്കുറെ തുല്യമാണ്. നീ എന്നെ രാജാവ് വേണേ ആക്കിക്കോ ഭഗവാനെ, എന്നാ നീ എന്നെ പിച്ചക്കാരനാക്കിക്കോ. എന്ത് വേണമെങ്കിലും ചെയ്യാൻ നിനക്ക് അവകാശമുണ്ട് എന്നിൽ. എന്നെ ബഹുമാനിച്ചാലും അപമാനിച്ചാലും, മാനിച്ചാലും അപമാനിച്ചാലും എനിക്ക് വൈകുണ്ഠം തന്നില്ല എങ്കിൽ നരകം തരൂ. എന്റെ വാസം വാസുദേവ, തനിക്ക് പരിഹാരങ്ങളുണ്ട്, എനിക്ക് പരിഹാരമില്ല. ഞാൻ നിന്റെ സേവകൻ, നീ എന്റെ യജമാനൻ. ഇതാണ് ഒരു ഭക്തന്റെ, ശരിയായ ഭക്തന്റെ അവസ്ഥ. നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളുടെ കർമ്മത്തിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാവും. പാകമായ കർമ്മവും പാകമാകാത്ത കർമ്മങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫലങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ച് നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഭഗവാനെ ദേഷ്യപ്പെടും. ഭഗവാന്റെ അടുക്കൽ അദ്ദേഹത്തെ ചീത്ത പറയും, വൈഷ്ണവരുടെ അടുക്കൽ ദേഷ്യപ്പെടും. എന്നാൽ എൻ്റെ കർമ്മഫലത്തിന്റെ പരിണിത ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്, ഞാൻ അനുഭവിച്ചേ മതിയാവൂ. അതിൽ എൻ്റെ പാപകർമ്മങ്ങളൊക്കെ തീരുകയാണ്, അതൊരു ബ്ലെസ്സിങ് ആണ് എനിക്ക് കിട്ടുന്നത് എന്നുള്ള മനോഭാവം ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്കും വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരവസ്ഥയിൽ എത്താത്തത് കൊണ്ടാണ്. ഈ ഒരവസ്ഥയിൽ, ഈ ഒരു സ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭാഗവതം പറയുന്നത് അവർ അതൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നത്. വിഷ്ണു കാണുന്നത് യജമാനനായിട്ടാണ്. അതായത് നമുക്കറിയാം ഭൂമിയിൽ വൈവിധ്യങ്ങളുണ്ട്, എന്നാൽ വൈകുണ്ഠത്ത് വൈവിധ്യമുണ്ട്, ആത്മീയ ലോകങ്ങളിൽ വൈവിധ്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ വിഷ്ണു ലോകത്ത് യജമാനനും ഭക്തൻ ദാസ്യഭാവത്തിലുമാണ്. എന്നാൽ രാമചന്ദ്ര ഭഗവാൻ കാണുന്നത് സുഹൃത്തായും അച്ഛനായും അമ്മയായിട്ടൊക്കെയാണ് അദ്ദേഹം കാണുന്നത്. ഓരോ ലോകത്തിലെ ഓരോ വൈവിധ്യങ്ങള്. പത്മപുരാണം ഉത്തരകാണ്ഡ 3-ാം അധ്യായത്തില് വീണ്ടും 4 കുമാരന്മാർ പറയുന്നു, ആദരേ വർണ്ണതേ സ്വാഭി, ആര് സ്തുതിക്കുന്നു, മഹിമ ശാസ്ത്രജ സുഖദേവ് ഗോസ്വാമിയുടെ ഈ ശാസ്ത്രം ഏത് വ്യക്തി സ്തുതിക്കുന്നുവോ, കേൾക്കുന്നുവോ, സ്മരിക്കുന്നുവോ, യസ്യ ശ്രവണ മാത്രേണ മുക്തി കരതലേ സ്ഥിത. ആ സുഖദേവ് ഗോസ്വാമിയുടെ ജന്മം, അദ്ദേഹത്തിന്റെ മുഖാരബന്ധത്തിൽ നിന്ന് കേൾക്കുന്ന
ആ ഭക്ത ഭാഗവത ശ്രവണം. ഭാഗവതം രണ്ട് തരത്തിൽ പറയപ്പെടുന്നു. ഒന്ന് ഗ്രന്ഥഭാഗവതം എന്നും പറയുന്നു, ഒന്ന് ഭക്ത ഭാഗവതം എന്ന് പറയുന്നു. ഗ്രന്ഥഭാഗവതത്തെക്കാളും മധുരം ഭക്തഭാഗവതത്തിനാണ്. അപ്പം സുഖദേവ ഗോസ്വാമിയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് വന്ന ഭാഗവതത്തെ ഭക്തഭാഗവതം എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അതിൻ്റെ ആസ്വാദനം അതിശ്രേഷ്ഠമാണ്. അപ്പൊ അങ്ങനെയുള്ള സുഖദേവ ഗോസ്വാമിയുടെ ജന്മത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ മുഖാരവിന്ദങ്ങളിൽ നിന്ന് വരുന്ന ആ ഭാഗവത ശ്രവണത്തിൽ കൂടിയും കേട്ട മാത്രയിൽ മുക്തി ആ വ്യക്തിയുടെ ഉള്ളം കൈയിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ എത്തിപ്പിടിക്കും എന്നാണ് ശാസ്ത്രം പറയപ്പെടുന്നത്. അപ്പൊ നോക്കൂ ഭാഗവതത്തിന്റെ മഹിമ. അപ്പൊ ഏതൊരു വ്യക്തി നിത്യം ഭാഗവത സേവയ എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ ഒരു ശ്ലോകം അല്ലെങ്കിൽ ഒരു ലൈൻ അല്ലെങ്കിൽ 2 ലൈൻ അല്ലെങ്കിൽ ഒരു വരി അല്ലെങ്കിൽ ഒരക്ഷരം അല്ലെങ്കിൽ ഒരു 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 സെന്റൻസ് എങ്കിലും വായിക്കണം എന്നാണ് ഭാഗവതം പറയുന്നത്. അതും ശ്രദ്ധയോട് നിത്യം ഭാഗവത സേവ ചെയ്ത ഒരു വ്യക്തിക്ക് ഇതാണ് അവസ്ഥ ഉണ്ടാകുന്നത് എന്ന് 4 കുമാരന്മാർ നമ്മൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നു. അപ്പം സദാസേവ്യ സദാസേവ്യ മാതാജി പറഞ്ഞ ശ്ലോകമാണ് ശ്രീമദ് ഭാഗവതീ കഥ. യസ്യാഹ ശ്രവണ മാത്രേണ ഹരിചിത്തം സമാശ്രയേ എന്ന് വെച്ചാൽ പഠിക്കൂ, കുടിക്കൂ, കഴിക്കൂ ഭാഗവതം. ഭാഗവത്തിന്റെ കഥകള്, ലീലകള്, ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ കാര്യങ്ങള്. അത് ശ്രവണ യസ്യ ശ്രവണ മാത്രേണ അത് കേട്ട മാത്രയിൽ ഹരി ചിത്തം സമാശ്രയേ ഹരി നമ്മുടെ അവബോധത്തിൽ കയറും. നമ്മുടെ അവബോധം അശുദ്ധമാണ്. കാമക്രോധ ലോപമോഹ മതമാത്സര്യമാകുന്ന നരകത്തിലേക്കുള്ള വഴിയിൽ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അശുദ്ധമാകുന്ന ഈ ചിത്ത് ഭഗവാൻ കയറി ഭാഗവതമാകുന്ന അമലപുരാണം കയറി അത് ശുദ്ധമാക്കുമ്പോൾ ഈ പ്രകാരം ആധ്യാത്മിക ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ഹരിനാമത്തിൽ കൂടി ശിഷ്യന്റെ ഹൃദയത്തിലോട്ട് പ്രതിഷ്ഠിക്കുന്നുവോ അപ്രകാരം ഭാഗവതം ഭഗവാൻ സ്വയം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കയറി ഇരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ്. അപ്പൊ അങ്ങനെ ആ ഭാഗവത ശ്രവണം എന്ന് പറയുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഭക്തിമാർഗത്തിൽ ഈ അത്യുത്തമമാണെന്ന് അവര് 4 കുമാരന്മാർ ഇവിടെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ അവബോധത്തില് കയറുമ്പോൾ പിന്നെ പറയണം, അവബോധത്തിൽ ഭഗവാൻ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് ശുദ്ധമാകും, പിന്നെ അവബോധം ശുദ്ധമാകും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാം അകിഞ്ചന സ്റ്റേജിൽ എത്തുന്നു. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ കിഞ്ചന സ്റ്റേജാണ്. നമ്മളെല്ലാം ഭൗതികതയിൽ ആസക്തരായിട്ട് കിഞ്ചനായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അകിഞ്ചൻ എന്ന് പറഞ്ഞാൽ ഭൗതിക ആസക്തി വെടിഞ്ഞ് ഭഗവാനിൽ പൂർണ്ണ ശരണാഗതി പ്രാപിച്ച് ആത്മീയ തത്വത്തിൽ ശരണാഗതി പ്രാപിച്ച് ആത്മീയതയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് അകിഞ്ചൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന പല കാര്യങ്ങളും ആധ്യാത്മിക പുരോഗതി നേടിയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അവരുടെക്ക് നമ്മുടെ ബുദ്ധിമുട്ടായ പ്രയാസ സമയങ്ങളിൽ വളരെ രഹസ്യമായിട്ട് പറഞ്ഞാൽ അവർ തരുന്ന നിർദ്ദേശങ്ങളിൽ കൂടി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോയാൽ തീർച്ചയായും ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയായാലും അവരുടെ ജീവിതം ധന്യമാകും. അവർക്ക് ബോധ്യം വരും, ഇത്രയും ഭംഗിയായിട്ട് ഈ കാര്യം സാധിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്താഗതി വരും. അതാണ് അകിഞ്ചന്റെ അവരുടെ ആ ഉപദേശം. കാര്യം അവരുടെ ചിന്താധാരയിലോ അവരുടെ ബോധമണ്ഡലത്തിലോ അവരുടെ ചിത്തിലോ ആ ഭൗതികത കലരുന്നില്ല.
അവിടെ ആത്മീയതയിൽ കൂടിയാണ് അവർ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് തരുന്നത്. ആയതിനാൽ അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഭൗതിക വാസനയുള്ള നാം ഓരോരുത്തരും തീരുമാനമെടുക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആകുന്നില്ല. അപ്പൊ ഇവിടെ ചിത്തിൽ ഭഗവാൻ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി പരമ പരിശുദ്ധനായി മാറുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ഭാഗവതത്തിന് എന്തുമാത്രം പ്രസക്തി ഉണ്ടെന്ന് നാം ഓരോരുത്തരും ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഇനിയും ഗ്രന്ഥ അഷ്ടാദശ സഹസ്രോ ദ്വാദശ സ്കന്ധ സന്നിധഃ പരീക്ഷിത് സുഖ സംവാദ ശൃണു ഭാഗവത ചേത എന്ന് വെച്ചാൽ ഗ്രന്ഥ അഷ്ടാദശ സഹസ്രോ, ഈ ഭാഗവത ഗ്രന്ഥത്തില് 18,000 ശ്ലോകമുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. ദ്വാദശ സ്കന്ധ സന്നിധാഹ, 12 കാണ്ഡമായിട്ട് വിഭജിച്ചിരിക്കുന്നു. പരീക്ഷിത് സുഖ സംവാദ ശൃണു, പരീക്ഷിത് മഹാരാജ സുഖദേവ് ഗോസ്വാമിയും തമ്മിലുള്ള സംവാദം കേൾക്കൂ. ഭാഗവത ഛേദ എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള സംവാദം കേൾക്കുകയാണെങ്കിൽ യാവത് കർണാഗത നാസ്തി, ചെറിയ തോതിലെങ്കിലും സുഖശാസ്ത്ര കഥാക്ഷണം, ഭാഗവത കഥ കേൾക്കണം. കേട്ടില്ല എങ്കില് താവത് സംസാര ചക്രേ അസ്മിൻ ഭ്രമതേ, ഈ അതായത് ഈ അജ്ഞാനതാപകുമാൻ നരക ചക്രത്തിൽ കുടുങ്ങും. അപ്പൊ ഏതൊരു വ്യക്തി സുഖദേവ് ഗോസ്വാമിയുടെ മുഖാരവിന്ദത്തിൽ നിന്നും ഉള്ള കഥകൾ കേട്ടില്ലെങ്കിൽ യാവത് കർണാഗതോ നാസ്തി, ചെറിയ 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 ഒരു തോതിലെങ്കിലും ഭഗവാന്റെ കഥ കേൾക്കണം. അതും ആരാണ്? സുഖശാസ്ത്ര കഥാക്ഷണം, ഭഗവത് കഥ കേൾക്കണം. കേട്ടില്ല എങ്കിലോ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സംസാര ചക്രത്തിൽ ജനിച്ചും മരിച്ചും ജന്മ മൃത്യു ജര വ്യാധി ദുഃഖ ദോഷാന ദർശനം എന്ന ഈ സംസാര ചക്രത്തിൽ കൂടി നമ്മൾ 84 ലക്ഷം ജീവരാശിയിൽ കൂടി മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും പുനരവി മരണം പുനരവി ജനനം എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ഈ സംസാര ചക്രത്തിൽ കറങ്ങി നടക്കും എന്നാണ് ഇതിൽ നിന്ന് പറയുന്നത്. അപ്പൊ ഈ സംസാര ചക്രത്തിൽ കുടുങ്ങും. അപ്പൊ ക്രിം ശ്രുതേരി ബഹു പിശാസ്ത്ര ഈഹി പുരാണ ഇച്ഛ ഭ്രമവഹേ എന്ന് വെച്ചാൽ ഏകം ഭാഗവത ശാസ്ത്രം മുക്തിദാനേന ഗർജതി. കൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിൽ കയറുമ്പോൾ മറ്റ് ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ട ആവശ്യം എന്ത് എന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നു. അപ്പൊ ഭാഗവതം ഏത് വ്യക്തി പഠിച്ചു കഴിഞ്ഞാലും ആ വ്യക്തിയുടെ ചിത്തിലും ഹൃദയത്തിലും ഭഗവാൻ കയറുമ്പോൾ പിന്നെ വേറെ ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ട കാര്യമെന്ത്? അപ്പൊ നിങ്ങൾ ചോദിക്കും ഭഗവത്ഗീത എന്തിനാ പഠിക്കുന്നത്? ഭഗവത്ഗീതയും ഭാഗവതവും എല്ലാം ഒന്ന് തന്നെയാണ്. ഭഗവാൻ സ്വയം വന്നതാണ് ഗ്രന്ഥരൂപത്തിൽ. അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ ഗ്രന്ഥരൂപത്തിൽ വന്നു, ഭാഗവതത്തില് ഗ്രന്ഥരൂപത്തിൽ വന്ന് ഭാഗവതം നമ്മൾ സ്തുതിക്കുന്നില്ലേ, അതേപോലെ. അപ്പൊ അതുകൊണ്ട് രണ്ടും പഠിക്കണം. ശാസ്ത്രം രണ്ടും ഭഗവാനാണ്. എന്തുകൊണ്ട് ഈ ഭഗവാൻ ഹൃദയത്തിൽ കയറുമ്പം അന്യശാസ്ത്രം പഠിക്കേണ്ടതായ ആവശ്യം എന്ത്? ഒരുപാട് അറിവിന്റെ ആവശ്യം സത്യത്തിൽ ഇല്ല. അറിവ് കൂടുന്തോറും അഹങ്കാരത്തിന് കൂടുതൽ അഹങ്കാരം കൂടുതൽ കയറും ഹൃദയത്തിൽ. അപ്പോ ആ ഭാഗവത ശാസ്ത്രം മാത്രം മതി ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താൻ. ജനന മരണത്തിൽ നിന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ കൃഷ്ണൻ ഭഗവത്ഗീത തന്നു. എന്താ തന്നെ? തത്വം മാത്രം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പഞ്ച് ചെയ്ത് തത്വമാണ് പറയുന്നത്. എന്നാൽ ഭാഗവതത്തിൽ ഭക്തന്മാരുടെ കഥകളും അനുഭവങ്ങളും ഭഗവാന്റെ ലീലകളും ഗുണങ്ങളും ഒക്കെയാണ് തന്നത്. കാരണം കർണത്തിനും
അത് വളരെ ഒരു ആശ്വാസം, ഒരു എന്താ പറയുക, ഒരു ആസക്തി ഉണ്ട്. ഭക്തൻ ദയാലു ആയതുകൊണ്ട് ഭാഗവത കഥയിൽ കൂടി തന്നു ഭഗവാൻ. ഭാഗവതം ഗർജിച്ചു പറയുന്നു മുക്തി തരും എന്ന്. അപ്പം ഭഗവാന്റെ ഭക്തന്മാരോടുള്ള ദയ കാരണം ഭഗവാൻ ഭഗവത് കഥകളും അദ്ദേഹത്തിന്റെ ലീലകളും ഗുണങ്ങളും ഒക്കെ തരുന്നു. അപ്പോൾ കൂടുതൽ ശ്രവിക്കുവാനുള്ള ആസ്വാദന ത്വര ആ വ്യക്തിക്കുണ്ടാകുന്നു. അതിൽ കൂടി ആ വ്യക്തിയുടെ ഹൃദയത്തിലും ചിത്തിലും ഭഗവാൻ കയറിയിരിക്കുമ്പോൾ കൂടുതൽ ദൃഢതയും വിശ്വാസവും ആനന്ദവും പ്രേമവും ഒക്കെ കിട്ടുന്നു. ആ സംബന്ധത്തിന്റെ പരിണിതഫലമായിട്ട് കൃഷ്ണപ്രേമം കിട്ടുന്നു. ഭാഗവതവുമായിട്ടുള്ള സംബന്ധത്തിന്റെ പരിണിതഫലമായിട്ട് കൃഷ്ണപ്രേമം കിട്ടുന്നു. അപ്പോ അവന്റെ ജീവിത സഫലമാകുന്നു. പിന്നെ ആ വ്യക്തി സംസാര ചക്രത്തിൽ കുടുങ്ങത്തില്ല എന്ന് വ്യക്തമാക്കി തരുന്നു ഭാഗവതം. എന്നാൽ കഥാ ഭാഗവത യസ്യാപി നിത്യം ഭവതി യേദ്ഗ്രഹേ തദ് ഗൃഹം ദീർഘരൂപം ഏവം വചതാം പാപനാശനം. എവിടെ ദിവസവും ഒരു തവണയെങ്കിലും ഭാഗവത കഥ വായിക്കുന്നു എങ്കിൽ അവിടെ പുണ്യസ്ഥാനമാണ്. ഏതൊരു വീട്ടിൽ ഭാഗവത കഥ ദിവസവും വായിക്കുന്നു എങ്കിൽ ആ വീട് പുണ്യസ്ഥാനമാണ്, ഒരു ധാമാണ്. അതുകൊണ്ടാ പറയുന്നത്, ഭഗവാന്റെ കഥകള് പറയുകയും കേൾക്കുകയും മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന വീട് വൈകുണ്ഠമാണ്. അവിടെ കുണ്ഠമില്ലാത്ത ലോകമാണ് വൈകുണ്ഠം. അവിടെ ക്ലേശമില്ല, വൈകുണ്ഠമാണ്. അപ്പൊ ഏതൊരു വ്യക്തി ദിവസവും ഭാഗവതം കേൾക്കുകയാണെങ്കിൽ ആ വീട് വൈകുണ്ഠമാണ്. ആ വ്യക്തി താമസിക്കുന്നത് വൈകുണ്ഠത്തിലാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ വൈകുണ്ഠത്തിൽ താമസിക്കുന്നു. അവിടെ പുണ്യസ്ഥാനമാണ്, അവിടെ കൃഷ്ണനുണ്ട്. അപ്പോൾ ഭഗവാന്റെ കഥകള് കേൾക്കുന്ന വീടിൽ കൃഷ്ണനുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ലോട്ടറി കടകളാണ് വന്നിട്ടുള്ളത്, ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോ ഫോട്ടോ വെച്ചേക്കുന്ന സരസ്വതി മാതായുടെയും ലക്ഷ്മി മാതായുടെയും ഫോട്ടോയാണ് എല്ലാ ലോട്ടറി വിൽക്കുന്ന കടകളിലും വെച്ചേക്കുന്നത്. അവിടെ നാരായണൻ ചൂത് കളിക്കുന്നിടത്തിരിക്കുമോ? ഇരിക്കത്തില്ല. അപ്പൊ നാരായണി ഉണ്ടാകുമോ? ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മളെ ഫൂളാക്കൂല്ലേ ഇവര്? അപ്പൊ എല്ലായിടത്തും ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും അങ്ങനെ ദുർഗയുടെയും ഒക്കെ ഫോട്ടോയാണ് വെച്ചേക്കുന്നത്. അപ്പൊ എവിടെ നാരായണൻ ഉണ്ടെങ്കിൽ നാരായണ കഥ കേൾക്കുന്നിടത്തും നാരായണ നാമം ജപിക്കുന്നിടത്തും മാത്രമേ നാരായണനും നാരായണിയും ഇരിക്കൂ. അപ്പൊ നമ്മുടെ ആൾക്കാർ പറയും ചഞ്ചലയാണ് നാരായണി. നാരായണി ചഞ്ചലയാണ്, കാരണം നാരായണൻ ഇല്ലാത്തത് കൊണ്ട് നാരായണി എവിടെ ഇരിക്കത്തില്ല, അപ്പം ചഞ്ചലയാണ്. നാരായണൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാരായണി ഇരിക്കും. അപ്പം ഭഗവാന്റെ കഥ എവിടെ കേൾക്കുന്നു, ഭാഗവതം വായിക്കുന്നു, ആ സ്ഥലം ധാമമാണ്, പുണ്യസ്ഥാനമാണ്. അവിടെ കൃഷ്ണനുണ്ട്. കൃഷ്ണ സ്വധാമേ ഉപഗതേ ധർമ്മ ജ്ഞാനാദി വിശദഃ എന്നുവെച്ചാൽ കൃഷ്ണൻ ഭാഗവത രൂപത്തിൽ വന്നു. ഭഗവാൻ, അതായത് നാരദമുനി ദുഃഖിയാണ്. നമ്മളെല്ലാരും കാണുന്നത് നാരദമുനി ഏഷണിക്കാരനാണ്. അല്ല, അദ്ദേഹം ഭഗവാന്റെ ഇംഗിതങ്ങൾ സാധിക്കുന്ന അതിശ്രേഷ്ഠനായ ഒരു ഭക്തനാണ്. അപ്പൊ അദ്ദേഹം കലിയുഗത്തിലെ ജീവാത്മാക്കളുടെ അവസ്ഥ മനസ്സിലാക്കി അവരുടെ എങ്ങനെ ജീവിതത്തിൽ ഉന്നമനം ഉണ്ടാകും എന്നുള്ളതിൽ വ്യാകുലനായിരുന്നു അദ്ദേഹം ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ, ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്നു കലി കയറുന്നതായിട്ടുള്ള അങ്ങ് സ്വധാമത്തിൽ പോയി കഴിഞ്ഞാൽ ഈ കലിയുഗത്തിലെ ജീവാത്മാക്കളെയൊക്കെ രക്ഷിക്കുന്നത് ആരാ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നതാണിത്. ഞാന്
ഗ്രന്ഥരൂപത്തിൽ സ്വയം ഞാൻ ഭാഗവത രൂപത്തിൽ വരും. അതുകൊണ്ട് അത് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, അത് കേട്ട് കഴിഞ്ഞാൽ ആ ഭാഗവത ധർമ്മത്തിൽ ഏത് വ്യക്തി ജീവിക്കുന്നോ ആ വ്യക്തി തീർച്ചയായിട്ടും എൻ്റെ അടുക്ക് എത്തിച്ചേരുമെന്ന് പറയുന്നു. കൃഷ്ണ സ്വധാമേ ഉപഗതേ ധർമ്മജ്ഞാനാദി വിശദഃ ഖലോ നഷ്ടദൃശമേധ പുരാണ അർക്ക അധുന ഉദിതഃ ഏകം ഭാഗവത ശാസ്ത്രം. ഒരേ ഒരു കയറാണ് നമുക്ക് തന്നേക്കുന്ന ഈ ഭാഗവത ശാസ്ത്രം. അതായത് അന്ധകൂപത്തിൽ, അതായത് പൊട്ടക്കിണറിൽ അല്ലെങ്കിൽ പടുകുഴിയിൽ കിടക്കുന്ന പതിതാത്മാക്കളായ ജീവാത്മാക്കള് ഈ കയറിന്മേൽ, ഭാഗവതമാകുന്ന കയറിന്മേൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മേലിൽ നിന്ന് ഭഗവാൻ പൊക്കി അവരെ ലിഫ്റ്റിൽ എപ്രകാരം കൊണ്ടുപോകുന്നോ അപ്രകാരം ഭഗവത് ധാമത്തിൽ കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. കഴിയുന്നവരെ വലിച്ചു കരയിൽ കയറ്റാൻ നോക്കുന്നു. കൃപ സുഖദേവ ഗോസ്വാമിയുടെ കൃപയാണിത്. ദേവകി പുത്രഗീതം, ഭഗവത്ഗീത ഒറ്റമൂലിയാണ്. അതായത് ദേവകിയുടെ പുത്രനായ ഭഗവാന്റെ മുഖാരബന്ധത്തിൽ വന്നിട്ടുള്ള ഗീതത്തെയാണ് ദേവകി പുത്രഗീതം എന്ന് പറയുന്നത്. ഇത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റമൂലിയാണ്. മുക്തിദാനേന ഗർജതെ, മുക്തി തരാൻ ഗർജിക്കുന്നു. സിംഹം എപ്രകാരം ഗർജിക്കുന്നു അപ്രകാരം മുക്തി തരുവാനായിട്ട് ഗർജിക്കുന്നു. കഥാ ഭാഗവത സ്യാപി നിത്യം ഭവതി യദ്ഗൃഹേ തത് ഗൃഹം തീർത്ഥരൂപം ഹി വസതം പാപനാശനം. ഭാഗവത കഥ നിത്യം ഏതു ഭവനത്തിൽ പാരായണം ചെയ്യുന്നുവോ, ശ്രവിക്കുന്നുവോ അവിടെ ധാമം മാതിരി എന്ന് പറയപ്പെടുന്നു. കലിയുഗത്തിൽ ശബ്ദബ്രഹ്മത്തിൽ ഭഗവാനും ഭഗവാന്റെ നാമവും ഭഗവാനും ഭാഗവതവും ഭഗവത്ഗീതയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കലികാല നാമരൂപേണ കൃഷ്ണ അവതാരം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മഹാമന്ത്രത്തെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇതിനെ ശബ്ദബ്രഹ്മം എന്ന് പറയുന്നു. ഭഗവാന്റെ സർവശക്തികളും ഈ 16 അക്ഷരമുള്ള ഈ മഹാമന്ത്രത്തിൽ ഇത് ഷോഡശൂക്തം കൽമശനാശിനി, കലിയുഗത്തിലെ സർവനാശങ്ങളും ഇല്ലായ്മ ചെയ്യുന്ന ഈ ഷോഡശൂക്തമാകുന്ന ഈ മന്ത്രത്തെ പ്രകാരം നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കുന്നു. ആ പ്രകാരം നമ്മുടെ ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖ ദൂഷാന ദർശനം എന്ന് പറയുന്ന ഈ വ്യാധിയെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രമാകുന്ന ഈ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ സേവിക്കുമ്പോൾ അത് ഇല്ലാതാകുന്നു, അതിന്റെ പ്രഭവം. അങ്ങനെ ഒരു വ്യക്തിക്ക് മുക്തി കിട്ടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നിത്യം ഭാഗവത സേവ ചെയ്യുന്ന വ്യക്തി അവിടെ ആ വീടും അതെല്ലാം വൈകുണ്ഠമായി മാറുന്നു, ഭഗവത് ധാമമായി മാറുന്നു. കലിയുഗത്തിൽ ശബ്ദബ്രഹ്മത്തിൽ ആകൃഷ്ടരാകുന്നു. നാമസങ്കീർത്തനം ഭാഗവത പാരായണമാണ്, അല്ലെങ്കിൽ ഹരിനാമജപമാണ്, അല്ലെങ്കിൽ ഭഗവത്ഗീത പാരായണവും പഠനവുമാണ്. അപ്പം തദ്വാഭിസർഗോ ജനഹ വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകം അവിദ്യ വാദ്യവി നാമാന്യം നന്ദസ്യ യശോ അന്തിതാനി ശൃണ്വന്തി ഗായന്തി ഗണന്തി സദാവഹ. ഭാഗവതത്തിലെ 1, 5, 11 ശ്ലോകമാണ്. ഇവിടെ സാധവൻ കൃഷ്ണന്റെ നാമം കേൾക്കൂ, ജപിക്കൂ, സ്മരിക്കൂ എന്ന് ഭാഗവതം പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തിയമാക്കൂ. ഭാഗവതം പറയുന്ന കൃഷ്ണന്റെ നാമം ജപിക്കൂ, ശ്രവിക്കൂ, സ്മരിക്കൂ. അപ്പൊ അവിടെ നമ്മൾ നവരസ ഭക്തിയിൽ ഹരിനാമ ജപത്തിൽ കൂടി നമുക്ക് 3 എണ്ണമാണ് കിട്ടിയ. 1 എടുക്കുമ്പോൾ 2 എണ്ണം ഫ്രീ. ലുലു സെന്ററിൽ പോയി കഴിഞ്ഞാൽ 1 എടുത്താൽ 1 ഫ്രീ ഉള്ളൂ. അതും അതിന്റെ പൈസ നമ്മൾ 1 വാങ്ങിക്കുമ്പോൾ ഡബിളിന്റെ പൈസ വാങ്ങിച്ചിട്ടാണ് തരുന്നത്. ഇവിടെ ഭഗവാൻ 1 എടുക്കുമ്പോൾ 2 എണ്ണം ഫ്രീ ആ തരുന്നത്. എന്താണ്?
ഹരിനാമം ജപിക്കുമ്പോൾ ശ്രവണവും വിഷ്ണു സ്മരണവും ഫ്രീയായിട്ട് കിട്ടുന്നു. അതേമാതിരി ഭാഗവതം വായിക്കുമ്പോൾ ശ്രവണത്തിൽ കൂടി നമുക്ക് സ്മരണവും ഭഗവാനെയും കിട്ടുന്നു. അപ്പൊ ഭാഗവതം പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പൊ ഏറെക്കുറെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണമെന്നാണ് കുമാരന്മാർ പറയുന്നത്. അശ്വമേധ സഹസ്രാണി വായാഭേ യശതാനി ച ശുഖശാസ്ത്രകഥ യശ കലാനാര ഹന്തി ഷോഡശി എന്ന് വെച്ചാൽ വാജ്പേയജ്ഞ അല്ലെങ്കിൽ അശ്വമേധയജ്ഞ എന്നിവ ചെയ്യുന്നതിനേക്കാളും കലിയുഗത്തിൽ ഭാഗവത പഠനം ശ്രവണം അതിശ്രേഷ്ഠമാണ്. അപ്പൊ ഏതൊരു വ്യക്തി ആ അശ്വമേധം യജ്ഞം ചെയ്യുന്ന ആ ഫലങ്ങളോ അല്ലെങ്കിൽ വാജ്പേയ യജ്ഞം എന്ന് പറഞ്ഞ ഒരു യജ്ഞമുണ്ട്, അത് ചെയ്യുന്ന ഫലമോ നിസ്സാരമായിട്ട് കലിയുഗത്തിൽ ഭാഗവത പഠനത്തിൽ കൂടി ആ വ്യക്തിക്ക് കിട്ടും. അല്ലെങ്കിൽ അതായത് പിന്നെ അശ്വമേധ യജ്ഞമൊക്കെ ചെയ്യുന്ന സമയത്ത് പൃഥ്വിമഹാരാജ് ചെയ്യുന്ന സമയത്ത് ഇന്ദ്രൻ വന്ന് പശുവിനെയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഇല്ലേ, കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കണ്ടില്ലേ? അപ്പൊ എന്ന മാതിരി പശു അല്ല കുതിര. അപ്പൊ എന്ന മാതിരി അതിൻ്റെ ഒന്നും ആവശ്യകത നമുക്ക് കലിയുഗത്തിലില്ല. ഹരിനാമജപവും ഭാഗവത ശ്രവണവും ഭാഗവത പാരായണവും ആധ്യാത്മിക ഗുരുനാഥന്റെ കൽപ്പനകളും മാനിച്ച് ജീവിതത്തെ മുൻപോട്ട് ചിട്ടപ്പെടുത്തി കൊണ്ടുപോയാൽ ആ വ്യക്തിയാണ് ജെന്റിൽമാൻ എന്ന് ശീല പ്രഭുപാദ് പറയുന്നത്. ജെന്റിൽമാന്റെ അർത്ഥം ഏത് വ്യക്തി ഭഗവാൻ പറഞ്ഞതനുസരിച്ചോ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുനാഥന്റെ കൽപ്പനകൾ ശിരസ വഹിച്ച് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് ജെന്റിൽമാൻ എന്ന് ശീല പ്രഭുപാദ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി, ജീവിതത്തിൽ സ്വയം ഭാഗവതം പറഞ്ഞിട്ടുള്ളത് പ്രാവർത്തികമാക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും ഒരു ജെന്റിൽമാനാണ്. അപ്പൊ അങ്ങനെ കലിയുഗത്തിൽ ഭാഗവത പഠനവും ഭാഗവത ശ്രവണവും അതിശ്രേഷ്ഠം. ഈ രണ്ട് യജ്ഞത്തിന്റെ മുമ്പ് പറഞ്ഞ രണ്ട് യജ്ഞത്തിന്റെ 16 അംശം മാത്രമേ രണ്ട് യജ്ഞത്തിൽ കിട്ടൂ. എന്നാൽ ബാക്കി മൊത്തം ഭാഗവത പഠനത്തിലും ഭഗവത് സേവയിലും നമുക്ക് കിട്ടുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഭാഗവതത്തിന്റെ ശ്രേഷ്ഠത. നോക്കൂ, എത്രയോ വലിയ ശ്രേഷ്ഠമാണ്. അതിന് ശീല പ്രഭുപാദ് വളരെ സരളമായ ഭാഷയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ശീല പ്രഭുപാദ് പറയുന്നുണ്ട്, എൻ്റെ വിവർത്തനമാണ് എല്ലാവരും വായിക്കേണ്ടത്, കാരണം അതിലാണ് പൊട്ടൻസി ഉള്ളത് എന്ന് ശീല പ്രഭുപാദ് പറയുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശീല പ്രഭുപാദിന്റെ ഭാഗവതം കുടിക്കുക, ആസ്വദിക്കുക, ജീവിതം ധന്യമാക്കൂ. അങ്ങനെ താപ പാപാനി ദേഹി അസ്മിൻ നിവസന്തി എന്ന് വെച്ചാൽ എത്ര വലിയ പാപങ്ങളും ആ ശരീരത്തിൽ നിന്ന് ഇല്ലാതാകും. ഏതൊരു വ്യക്തി നിത്യം ഭാഗവത സേവ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ പാപങ്ങളും ആ ശരീരത്തിലുണ്ടെങ്കിൽ ആ ശരീരത്തിലെ എല്ലാ പാപങ്ങളെയും ഹരിച്ചു കളയും. ഹരിച്ചു കളയും, ഇല്ലായ്മയും കത്തിക്കും, ഇല്ലാതാകും. യാവൻ ന ശ്രൂയതേ സംയക്ക രൂപേണ സംയത് ശ്രീമദ് ഭാഗവതം നാരഹി. ശ്രീമദ് ഭാഗവതം ശരിയായ ഭക്തരുടെ മുഖത്ത് നിന്ന് വേണം കേൾക്കാൻ, അഭക്തരുടെ മുഖത്ത് നിന്ന് കേൾക്കരുത്. അത് സർപ്പം തലയിട്ട പാല് മാതിരിയിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സർപ്പം തലയിട്ട പാല് കഴിക്കുമോ? ഇല്ല, കാരണം ഫിലമെന്റ് പോകുമെന്നൊരു ഭയം. അതേമാതിരി അഭക്തന്റെ വായിൽ നിന്ന്, മുഖാരവിന്ദത്തിൽ നിന്ന് ഭാഗവത കഥയും കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പൊട്ടൻസി ഇല്ല, ശക്തിയില്ല, കാരണം അഭക്തനായതുകൊണ്ട്. ആയതിനാൽ ഒരു വ്യക്തി ഭാഗവത കഥ കേൾക്കണമെങ്കിലും കേൾക്കുന്നു എങ്കിലും അത് ഭക്തന്റെ മുഖാരവിന്ദത്തിൽ നിന്ന് വേണം കേൾക്കാൻ. അത് അപ്പോൾ മാത്രമേ ആ കഥയ്ക്ക് ശക്തിയുള്ളൂ. അതായത് അത് മഹാപ്രസാദമാണ്.
ശ്രദ്ധയോടെയും ഉറങ്ങാതെയും. അപ്പൊ നമുക്ക് ഭാഗവത കഥ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഭാഗവത ക്ലാസ് എടുക്കുമ്പോൾ നിദ്രാദേവി നമ്മളെ അങ്ങ് അനുഗ്രഹിക്കും. അപ്പൊ നാം എല്ലാവരും ഉറങ്ങും. ഇവിടെ പറയുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയും ഉറങ്ങാതെയും സംസാരിക്കാതെയും. അതുകൊണ്ടാണ് മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ സൈലന്റ് മോഡിലൊക്കെ വെക്കണം എന്ന് പറയാൻ ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അതുപോലെ പല പ്രവർത്തികൾ ഇപ്പോൾ ഈ സൂമിൽ സംസാരിക്കുമ്പോൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ശരിക്കും നോളജ് കിട്ടും. പക്ഷേ സ്പിരിച്വൽ പൊട്ടൻസി, ആ ശക്തി ഫിസിക്കലിൽ നിന്നാണ് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യം ഇപ്പൊ നിങ്ങൾ പല പ്രവർത്തികളായിട്ടും ഈ മ്യൂട്ട് ചെയ്തിട്ട് വെക്കുന്നത്. ഞാനും ഒരിടത്ത് ക്ലാസ് എടുത്ത് പേര് പറയുന്നില്ല. ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് കേൾക്കാമെന്നുണ്ടോ. മഴയൊക്കെ വരുന്നോടനെ ഈ ചില സമയത്ത് നെറ്റൊക്കെ പോവും, ആരും അനങ്ങുന്നില്ല. അവസാനം ക്ലാസ് നിർത്തി കഴിഞ്ഞപ്പോൾ ഒരാളില്ല. എല്ലാവരും അവരുടേതായ ജോലിക്ക് പോയേക്കുവാൻ എല്ലാവരും ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാധനം. പിന്നെ അവരോട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ അവർ ചോദിച്ചാൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഇതാണ് അവരുടെ ഉത്തരം. അപ്പൊ അതുകൊണ്ട് വളരെ നല്ലതാണ്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ഭാഗവത് കഥ ഞാനെന്നല്ല ഏതൊരു വ്യക്തി എടുക്കുകയാണെങ്കിലും കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ നിങ്ങൾ പിക്ചർ വന്നില്ലെങ്കിൽ തന്നെ അത് കേൾക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് വൈഷ്ണവ അപരാധം ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, അപ്പൊ എല്ലാവരും കേൾക്കുക എന്നുള്ളതാണ് ശ്രവണം. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഭക്തിയുടെ ബേസിക് എന്ന് പറയുന്നത് ശ്രവണമാണ്. അപ്പൊ അതിന് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ കൂടി പോകുമ്പോൾ ഞാൻ സ്ഥിരം പറയാറുള്ളത്, കാരണം ഒരു മനുഷ്യന്റെ ശരീരം വെടിയുമ്പോൾ ഏറ്റവും അവസാനം ഡെഡാകുന്ന സാധനമാണ് ചെവി. അല്ലെങ്കിൽ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ അയ്യോ കള്ളം വരുന്നേ, അല്ലേ എന്തൊരു അനക്കം കേൾക്കുന്നേ എന്നൊക്കെ നമുക്ക് തോന്നാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ ചെവി അലാർട്ടായിട്ട് നിൽക്കുക, ഉറക്കമില്ല, അവന് ഷട്ട് ഡൗൺ ആകുന്നില്ല. ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളും ഷട്ട് ഡൗൺ ആകുന്നുണ്ട്, രാത്രി റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന് മാത്രമില്ല. അപ്പൊ ചോദിക്കും ഹൃദയമോ? അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ പൊതുവെ പറയുന്നത് ആ ശ്രവണം ഭയങ്കരമാണ്. അപ്പൊ അതുകൊണ്ട് ശ്രവണമാണ് ഭക്തിയുടെ ബേസ്, അടിത്തറ എന്ന് പറയുന്നത്. അപ്പൊ നല്ലതുപോലെ ഓരോ വ്യക്തിയും ശ്രവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ കയറും. അതാണ് ഫലം. അപ്പൊ ഇവിടെ ഭക്തന്റെ വായിൽ നിന്ന് വേണം കേൾക്കാൻ എന്ന് പറയപ്പെടുന്നു. ശ്രദ്ധയോടെയും ഉറങ്ങാതെയും സംസാരിക്കാതെയും കേൾക്കണം, ഇല്ല എങ്കിൽ അവബോധം ശുദ്ധമാകില്ല. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാഗവത കഥ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുക, നമ്മുടെ സുഹൃത്താണ് അടുത്തിരിക്കുന്നെങ്കിൽ ആ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ശ്രദ്ധയോട് കേൾക്കാനാണെങ്കിൽ ഞോണ്ടി നമ്മൾ അവരുടെ ശ്രദ്ധയും കൂടെ നശിപ്പിക്കും വർത്താനം പറയാന്. അപ്പം അതും ഒരു അപരാധമാണ്. ഒന്നുകിൽ തിന്നുവുമില്ല തീറ്റിക്കുകയുമില്ല എന്ന അവസ്ഥയിൽ എത്തുന്നു. അപ്പൊ അതും പാടില്ല. അപ്പൊ ശ്രദ്ധയോടെ രണ്ടാൾക്കാരും കേൾക്കണം എന്ന് പറയപ്പെടുന്നു. അപ്പൊ എങ്കിൽ മാത്രമേ ആ വ്യക്തികളുടെ അവബോധം ശുദ്ധമാകൂ എന്ന് പറയുന്നത്. അപ്പൊ അവബോധം ശുദ്ധമാകുക എന്നുള്ളതാണ് ശരിക്കും ഭാഗവത കഥയിൽ കൂടി നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം, ബെനിഫിറ്റ്. അപ്പം ന ഗംഗ ന ഗയ ന കാശി പുഷ്കര ന പ്രയാഗം ശുഖശാസ്ത്ര കഥായാച്ച തലേന സമതാം നയേ. ഗംഗ, ഗയ, കാശി, പുഷ്കരം, പ്രയാഗ ഈ പുണ്യസ്ഥലം പരിക്രമ ചെയ്താലും ശുഖശാസ്ത്രമായ ഭാഗവതം പഠിക്കുന്ന തുല്യമായ ഫലം കിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും പൈസ ഉണ്ടാകുമോ ഗംഗാ സ്നാനം ചെയ്യാനായിട്ട് പോകാനായിട്ട്? എത്രയോ പാവങ്ങളുണ്ട് പോകാൻ പറ്റാത്ത. പ്രത്യേകിച്ച് ഇപ്പം ഈ പിക്നിക് പാക്കേജ് ടൂർ ഒരു ബിസിനസ് ആക്കി മാറ്റിയിരിക്കുകയാണ്, ഭക്തരും അഭക്തരും എല്ലാം. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെ അവർക്ക് എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല.
ഗയയിൽ പോകാൻ പറ്റും? പറ്റത്തില്ല. കാശി പോകാൻ പറ്റും? ഇല്ല. പുഷ്കര പോകാൻ പറ്റും? ഇല്ല. എന്നാൽ നിങ്ങൾ സുഖശാസ്ത്രം പഠിക്കൂ, ഭാഗവതം പഠിക്കൂ. എന്നാൽ ഈ പരിക്രമം ചെയ്യുന്ന ഫലം നിങ്ങൾക്ക് നിസ്സാരമായിട്ട് വീട്ടിലിരുന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. നോക്കൂ, ഇപ്പൊ ഗുരുവായൂർ പോകാൻ നിവൃത്തിയില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. അവർ വീട്ടിൽ ഇരുന്ന് ഗുരുവായൂരപ്പനെ ഭജിച്ച് ഭഗവാന്റെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രേഷ്ഠമാണ്. അപ്പൊ രൂപഗോസ്വാമി പറയുന്നുണ്ടല്ലോ, പരിക്രമം തീർച്ചയായിട്ടും നിവൃത്തിയുള്ളവർ പോവുക, ഇല്ലാണ്ട് വേണ്ട. പക്ഷെ ഇവിടെ പറയുന്നത് 4 കുമാരന്മാർ പറയുന്നതെന്ന് വെച്ചാൽ, അവർ പറയുന്നത് ഇത് ഈ കണ്ട പുണ്യസ്ഥലങ്ങളിലെല്ലാം പോയി സ്നാനം ചെയ്തും പരിക്രമം ചെയ്യുന്നതിന്റെ പരിണിത ഫലം ഈ സുഖമുഖ ശാസ്ത്രം കേട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥം, ശ്ലോകകർത്താം ശോകപദം വാപി നിത്യം ഭാഗവതോ ഭവം പടസ്വ സ്വമുഖേന നയ്യാവ് യതി ഇച്ഛാസി പരാഗതിയിൽ. നിങ്ങളുടെ സ്വന്തം നാവ് കൊണ്ട് ഭാഗവതം പഠിക്കുക. എങ്ങനെയാണ്? കൂടുതലും കേൾക്കുന്നതിനേക്കാളും കൂടുതൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഭാഗവതം വായിക്കുക, പഠിക്കുക. അത് നമ്മുടെ സ്വയം നാവ് കൊണ്ട് ഭാഗവതം പഠിക്കൂ, വായിക്കൂ, സംസാരിക്കൂ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂ. ഭാഗവതത്തെ പറ്റി പരമമായ ഗതിയിൽ എത്തും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ഭാഗവതത്തിന്റെ പരമഗതിയിൽ നമ്മൾ എത്തും എന്ന് പറയുന്നു. എന്നാൽ ശ്ലോകത്തിന്റെ അർത്ഥം ഒരു ലൈൻ അല്ലെങ്കിൽ 2 ലൈൻ ഉച്ചത്തിൽ വായിക്കും. അനുഗ്രഹായ ഭക്താനാം, ആ ഭക്തന് അനുഗ്രഹം കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് നിത്യവും ഭാഗവത സേവയാ, ശ്രദ്ധയോട് വായിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ചെയ്തു കഴിഞ്ഞാൽ അനുഗ്രഹായ ഭക്താനാം, ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കും. വേദാദി വേദമതാച പൗരുഷം സുപ്തം ഏവച ത്രായി ഭാഗവതം ചൈവ ദ്വാദശാക്ഷ ഏവച ദ്വാദശ ആത്മപ്രയാഗച്ഛ കലാ സംവത്സര ആത്മകഃ ബ്രാഹ്മണാച്ച അഗ്നിഗോത്രം ച സുരഭീർ വാദ ശീതത. വേദം പഠിക്കുന്നതിലും പുരുഷ സൂക്തം സ്തുതിക്കുന്നതിലും എല്ലാ വേദം വായിക്കുന്നതിലും ബ്രാഹ്മണരെ സ്തുതിക്കുന്നതിലും വൈഷ്ണവരെ തുളസി സേവ, തുളസി മഹാറാണിയെ സ്തുതിക്കുന്നതും വൈഷ്ണവ സേവയുടെ ഫലം ഭാഗവത പാരായണം കൊണ്ട് മാത്രം കിട്ടും. അതായത് വേദം പഠിക്കുക. വീണ്ടും ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് ചൈതന്യ ചരിതാമൃതത്തിൽ, ഏത് വ്യക്തി സ്ഥിരം ഹരിനാമം ജപിക്കുന്നുവെങ്കിൽ ആ വ്യക്തി 4 വേദം പഠിച്ച വ്യക്തിയായിട്ട് കാണണം, ചതുർവേദിയാണ്. ആ വ്യക്തിക്ക് ഇത് വേദം കണ്ടുപോലും കാണത്തില്ല എങ്കിലും ആ വ്യക്തിയെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാഷയിൽ ചതുർവേദിയാണ്. അപ്പൊ ഇവിടെ പറയുന്നു വേദപഠനത്തിനും പുരുഷ, അതായത് ദേവന്മാര് എന്നും അദ്ദേഹത്തിന് 2ാമത്തെ ഓഫീസായ വിരജാ തട്ടിൽ നിന്നിട്ട് ഭഗവാനെ സ്തുതിക്കുന്നതാണ് പുരുഷ സൂക്തം. ആ പുരുഷ സൂക്തം ഭഗവാനെ സ്തുതിച്ച് ആ പുരുഷ സൂക്തം ചെല്ലുന്നതിലും ബ്രാഹ്മണരെ സ്തുതിക്കുന്നതിലും വൈഷ്ണവരെ സ്തുതിക്കുന്നതും തുളസി സേവ ചെയ്യുമ്പോൾ കിട്ടുന്നതും വൈഷ്ണവ സ്തുതിയിലും ഇതെല്ലാം കിട്ടുന്നതിന്റെ പരിണിത ഫലത്തെക്കാളും ശ്രേഷ്ഠമാണ് ഭാഗവത പാരായണം കൊണ്ട് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒറ്റമൂലിയാണെന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏറ്റവും അതിശ്രേഷ്ഠമാണ്. അപ്പൊ അത്രത്തോളം മഹിമയാണ് ഭാഗവതത്തിൽ കിട്ടുന്നത്. ഭാഗവതത്തിൽ കൂടി യസ്യ ഭാഗവതം ശാസ്ത്രം വചയേ അർത്ഥതോ നിശം
ജന്മകോടി കൃതം പാപം നശ്യതേ ന അത്ര സംശയം. ഒരു വ്യക്തി ഭാഗവതം വായിച്ച് അർത്ഥം മനസ്സിലാക്കിയാൽ കോടി ജന്മം ചെയ്ത പാപം ഇല്ലാതാകുന്നു. സംശയിക്കണ്ട. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്ക്രാം ധർമ്മ സംസ്ഥാപനായ സംഭവാമി. അല്ലേ? അത് നിന്റെ പാപങ്ങളെല്ലാം ഞാൻ സ്വീകരിക്കുന്നു എന്നിൽ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ അപ്പോ നീ അതിലൊന്നും സംശയിക്കുകയേ വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്രകാരം ഇവിടെ പറയുന്നത് നീ സംശയിക്കണ്ട. എന്താണ്? ഹരിനാമജപം ഒരു വ്യക്തി ഭാഗവതം വായിച്ച് അർത്ഥം മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ കോടി ജന്മം ചെയ്ത പാപങ്ങൾ എങ്ങനെ ശ്രദ്ധയോടുകൂടി വായിക്കുന്ന വ്യക്തിയുടെ, ആ അർത്ഥം മനസ്സിലാക്കി വായിക്കുന്ന വ്യക്തിയുടെ കോടി ജന്മം ചെയ്ത പാപങ്ങൾ ഇല്ലാതാകും. സംശയിക്കണ്ട. ഹരിനാമജപം, ഭാഗവത പഠനം, ശ്രദ്ധയോട് ഗുരുവിന്റെ ഗൈഡൻസിൽ കൂടി ജീവിക്കല്, വൈഷ്ണവ സേവ, ഈ 4 കാര്യം ചെയ്താൽ ഏകാദശിയുടെ കൃപാ വിശ്വാസം എല്ലാം കിട്ടും. അപ്പൊ ഏതൊരു വ്യക്തി ഹരിനാമജപം, ഭാഗവത പഠനം, നിത്യം ഭാഗവത പഠനം, ശ്രദ്ധയോടെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, അദ്ദേഹത്തിന്റെ കൽപ്പനകളെ മാനിച്ച് ജീവിക്കുക, വൈഷ്ണവ സേവ, ഈ 4 കാര്യം ചെയ്താൽ ഏകാദശിയുടെ കൃപ വിശ്വാസം എല്ലാം ആ വ്യക്തിക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഒന്നിനെ തൊട്ട് ഇങ്ങനെ ചെയിനായിട്ട് കിടക്കുവാണ് കാര്യങ്ങള്. അപ്പം നോക്കൂ, നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിന്റെ മഹിമ. അപ്പൊ ആ ശാസ്ത്രഗ്രന്ഥങ്ങൾ നിർബന്ധമായിട്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ കോൺക്രീറ്റ് കെട്ടിടത്തിനെ, കോൺക്രീറ്റിനെ നിലനിർത്തുന്നത് കമ്പി ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റ് പുടപുടന്ന് പൊഴിഞ്ഞു വീഴും. അപ്പൊ ആ കമ്പി എന്തുകൊണ്ട് തന്നെന്ന് പറഞ്ഞാൽ ആ കോൺക്രീറ്റിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ദൃഢതയെ സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ. അത് ഭാഗവതം, ഭഗവത്ഗീത, ചൈതന്യ ചരിതാമൃതം ഇത്യാദി ശ്രേഷ്ഠ ഗ്രന്ഥങ്ങൾ. കാരണം നമ്മുടെ അല്ലെങ്കിൽ അത് വെറും ഒരു ജൽപ്പനയായി മാറും, ഒരു ജീവനില്ലാത്തതായിട്ട് മാറും. അപ്പൊ ഇതിന് നമ്മുടെ ജീവനുള്ളത് ജൽപ്പനയല്ല, ആ ഒരു വിശ്വാസം, ദൃഢത വരണം. അതുകൊണ്ടാണ് ശാസ്ത്രം, തത്വം, സ്വാധ്യായം എന്ന് പറയുന്നത്. പഠിക്കുക, വേദപഠനം, ശാസ്ത്രങ്ങൾ പഠിക്കുക. ആ സ്വാധ്യായനത്തിൽ കൂടി നമ്മളുടെ വിശ്വാസത്തെയും നമ്മുടെ സാധനതയും നമ്മുടെ ആകാംക്ഷയും നമ്മുടെ ഊർജ്ജസ്വലതയും നമ്മുടെ തേജസ്സും എല്ലാം ഉദ്ഘോഷിക്കുന്നു. അല്ലെങ്കിൽ ആയിരം ഗേറാം വന്നു പോയി ഇരിക്കും. അതല്ല, ഇവിടെ ശ്രദ്ധയോടുകൂടി നാം ഓരോരുത്തരും പഠിച്ചു കഴിഞ്ഞാൽ ഈ കണ്ട ഫലങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്നാ ഉക്തം ഭാഗവതം നിത്യം കൃപാം ച ഹരിചിന്തനം തുളസി പോഷണം ചൈവ ധേനുനാമ സേവനം സമം. നിത്യവും ഭാഗവതത്തിൽ ശ്രവണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഹരിയെ ഓർക്കുന്നതിന് തുല്യവും തുളസി സേവ ചെയ്യുന്ന ഫലവും എല്ലാം കിട്ടും. അശുച്ഛ അഭി അനാചാരോ, ശൗച്യമില്ലാത്തവർ അനാചാരികൾ. അശൗച അഭി അനാചാരോ, ശൗച്യമില്ലാത്തവർ അനാചാരികൾ. മാമേ വൈശ്യതി, ഞാൻ അവർക്ക് കൃപ കൊടുക്കില്ല. ഉത്തം ഭാഗവതം നിത്യം, ഏത് വ്യക്തി ശ്രദ്ധയോടെ ഭാഗവതം തൊട്ടാൽ, തുളസി സേവനം, ഗോസേവനം, ഹരിചിന്തനം, ഇതിന്റെ ഗുണം ഭാഗവത സേവയിൽ കൂടി കിട്ടും. അപ്പോൾ ഏതൊരു വ്യക്തി ശ്രദ്ധയോടുകൂടി ഭാഗവതം തൊടുക, അത് വായിക്കുക, അങ്ങനെയുള്ള വ്യക്തിക്ക്, ഏത് വ്യക്തി അത് ശ്രദ്ധയോടെ ഭാഗവതം തൊട്ടാലും ആ വ്യക്തിക്ക് കിട്ടുന്ന തുളസി സേവനം ചെയ്യുന്നതിൻ്റെ ഫലം, ഗോസേവ ചെയ്യുന്നതിൻ്റെ ഫലം, ഹരിചിന്തനം, ഇതിൻ്റെ ഗുണം ഭാഗവത സേവയിൽ കൂടി ഈ ഗുണങ്ങൾ ആ വ്യക്തിക്ക് കിട്ടുന്നു എന്ന് പറയും.
അന്ധകാലേ തു യേന ചൈവ ശ്രൂയതേ ശാസ്ത്രവാക് പ്രീത്യാ തസ്യതൈ വൈകുണ്ഠം ഗോവിന്ദോപി പ്രയച്ഛതി. ഏത് വ്യക്തി സമയം സുഖശാസ്ത്രം കേട്ടാൽ, അതാ ഭാഗവതം കേട്ടാൽ, ഗോവിന്ദൻ വളരെ സന്തോഷവാനായി ഭഗവദ്ധാമത്തിൽ എത്തിക്കും. അതിനാണ് നമ്മുടെ മുത്തശ്ശന്മാര്, നമ്മുടെ മുത്തശ്ശികള് ഏതെങ്കിലും ഒരു വ്യക്തി ആകാറാകുന്ന സമയം അടുക്കുമ്പോൾ നിത്യം കേൾപ്പിക്കണം. കുറഞ്ഞ പക്ഷം അവരുടെ അടുക്കിൽ നിന്ന് രാമായണമോ ഭഗവത്ഗീതയോ ഭാഗവതമോ ഹരിനാമമോ ജപിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ഭഗവാനോടുള്ള ഒരു ചിന്തനം, ഒരു ആശ്വാസം, ഒരു ആനന്ദം, ഒരു അടുപ്പം ഉണ്ടായി സ്മരിച്ചു കഴിഞ്ഞാൽ ആ ജീവാത്മാവിൻ്റെ ജന്മം സഫലമാകും. ഇതിൻ്റെ അർത്ഥം അവസാനം ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരും എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളെക്കാളും വലിയ കള്ളനാണ് ഭഗവാൻ. അപ്പം അതുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് ആ വ്യക്തി അവിടുന്ന് അങ്ങ് മാറ്റും. ഇപ്പോൾ പൊതുവെ പറയാറുണ്ട്, വൃന്ദാവനത്തിൽ കിടന്ന് ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഭഗവദ്ധാമത്തിൽ എത്തുമെന്ന്. എന്നാൽ ഒരു അഭക്തൻ അല്ലെങ്കിൽ ഭൗതികതയിൽ കഴിയുന്ന ഒരു വ്യക്തി വൃന്ദാവനത്തിൽ പൈസയുണ്ട്, വീടൊക്കെ എടുത്ത് എന്നാൽ അവിടെ കിടന്ന് അവസാനം തീരട്ടെ എന്ന് വിചാരിച്ച് കിടന്നാൽ ആ സമയത്തായിരിക്കും പുള്ളിയുടെ കിഡ്നിക്ക് ഒരു അസുഖം വരുന്നത്. അപ്പം വൃന്ദാവനത്തിൽ ചികിത്സ ചെയ്യാനുള്ള സൗകര്യം ഇല്ല, നേരെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് തന്നെ രാംനാം സത്ത് ഹേ അങ്ങ് പോകും. അപ്പൊ എന്തായി ഫലം? നമ്മൾ വലിയ സ്മാർട്ടാകാൻ നോക്കണ്ട, ശാസ്ത്രങ്ങളും ആചാര്യന്മാരും പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ പാലും വെള്ളത്തിൽ പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയ സ്മാർട്ടാകാനേ നോക്കാൻ പാടില്ല എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടുന്നു. അപ്പോൾ ആ കാരണം അങ്ങനെ അന്ധകാല ഒരു വ്യക്തിയുടെ മരണസമയത്ത് യം യം വിസ്മരൻ ഭാവം തജന്തേ കളയവനം തം തമേ വൈദികം ദയ തഥാ തദ്ഭാവവിദ എന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും സന്തോഷവാനായി ഭഗവദ്ധാമത്തിൽ എത്തിക്കും ആ വ്യക്തിയെ. ഹേമസിംഹയുധം ചെയ്താൽ വൈഷ്ണവ തഥാതിശയ കൃഷ്ണേന സഹ സായുജ്യം സപുമാൻ ലഭതേ ധ്രുവം. ഏത് വ്യക്തി ശ്രീമദ് ഭാഗവതം വിതരണം ചെയ്യുന്നു, ഇനി പഠിച്ചതാണ്, ഇനി ബുക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യമാണ് പറയുന്നത്. ഏതൊരു വ്യക്തി ഭാഗവതം വിതരണം ചെയ്യുന്നുവോ ആ വ്യക്തി ഇറ്റേണൽ ലിബറേഷൻ കിട്ടുന്നു. ആ വ്യക്തിക്ക് ഇറ്റേണലായ ലിബറേഷൻ കിട്ടും. ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞാകണമെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞത് അത് പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ എൻ്റെ കുഞ്ഞാകുന്നുള്ളൂ. അല്ലാതെ എനിക്ക് മാത്രം അറിവ് കിട്ടി, ഞാൻ മാത്രം ചെയ്തുകൊണ്ട് എൻ്റെ കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞാൽ പ്രഹ്ലാദ് മഹാരാജ് പറയുന്ന മാതിരി ആ വ്യക്തി സ്വാർത്ഥനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നോ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിർബന്ധമാണ്. നമ്മുടെ ലൈനിൽ നമ്മുടെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രീച്ചിങ് മൂവ്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ആചാര്യന്മാരുടെ മൂഡ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഇവിടെ ഘോഷിക്കുന്നത്. അവർക്ക് ലിബറേഷൻ കിട്ടും. ആ ജന്മമാത്രം ഏന തേന കിഞ്ചിത് ചിത്തം വിതയാ സുഖം ശാസ്ത്രകഥാന പീത ചണ്ഡാലവത്കരവത് തത തേന നീത്. എന്ന് വെച്ചാൽ ജനിച്ചപ്പം മുതൽ ഞാൻ ഫൂളാണ്, ഭഗവാന്റെ കഥ ചെറുതായി പോലും ഞാൻ കേൾക്കുന്നില്ല. ഇങ്ങനെയുള്ളവർ ചണ്ഡാല കുലത്തിൽ പിറന്നവർ, അല്ലെങ്കിൽ കഴുത, അല്ലെങ്കിൽ മൃഗം എന്ന് പത്മപുരാണം പറയുന്നു. ഏതൊരു വ്യക്തി ജനിച്ചപ്പം മുതല് ഭഗവത് കഥകള്, ഭഗവാന്റെ നാമങ്ങള് ഇത് കേൾക്കുകയോ ജപിക്കുകയോ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാത്ത വ്യക്തി ഫൂളാണ്. ആ വ്യക്തിയുടെ ജീവിതം മൃഗീയ ജീവിതത്തിന് തുല്യമാണ്.
അതുമല്ല, അങ്ങനെയുള്ള വ്യക്തി എത്ര ശ്രേഷ്ഠ കുലത്തിൽ പിറന്നാലും ചണ്ടാല കുലത്തിൽ പിറന്ന ആളിന് സമമാണ്. അപ്പം ചണ്ടാല കുലത്തിൽ പിറന്നവനാണ്. അപ്പൊ ദോഹയില് എനിക്കറിയാവുന്ന ഒരു ഒരു പെൺകുട്ടി ആ മുരളീകൃഷ്ണ പ്രഭുവിന്റെ സെക്ഷനിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം. ആ കുട്ടികൾക്ക് മുരളീകൃഷ്ണ പ്രഭു പറഞ്ഞപ്പോ ഭാഗവതം അതെന്ത് സാധനമാണെന്ന് ചോദിക്കുന്നു. സനാതനിയാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളും അങ്ങനെയുള്ള മാതാപിതാക്കളും അങ്ങനെയുള്ളവരും നമ്മുടെ സമൂഹത്തിൽ കഴിയുന്നുണ്ട്. ഭാഗവതം എന്താന്ന് പോലും അറിയാത്ത വ്യക്തികൾ. അവർക്ക് മാതാപിതാക്കൾ പഠിക്കേ മാത്രം പറയുന്നു. ആ അത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ജീവിതം ധന്യമാകാം. പക്ഷെ ധന്യമാകുമോ? ഭൗതികമായിട്ട് ധന്യമായാലും ആത്മീയമായിട്ട് ധന്യമാകില്ല. അത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മള് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. പത്മപുരാണം പറയുന്നു. ഇനിയും മിഥ്യാ സ്വജനം ജനനി ജനനി ദുഃഖഭാജൻ. ഇങ്ങനെയുള്ളവർ ജനിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന്, സ്വന്തം അമ്മയ്ക്ക് പ്രസവ വേദന കൊടുക്കാൻ മാത്രമെന്ന്. എത്ര വലിയ അർത്ഥമാണ്! ഇങ്ങനെയുള്ള വ്യക്തി ഈ ധർത്തിയിൽ ജനിക്കുന്നത്, ഈ ഭൂമിക്ക് ഭാരമായിട്ട് ജനിക്കുന്നത്, മൃഗങ്ങളുടെ ഭാരം ഭൂമിദേവിയാ സഹിക്കുന്നത്. അതുകൊണ്ടാണ് മൃഗീയ ജീവിതം എന്ന് പറയുന്നത്. 200 പൗണ്ട് വെയിറ്റ് ഉണ്ടെങ്കിൽ ആ 200 പൗണ്ട് ആ മൃഗത്തിന്റെ വെയിറ്റ് ഭൂമിദേവി സഹിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി മനുഷ്യജന്മം എടുത്താലും ആ അമ്മയ്ക്ക് പ്രസവ വേദന കൊടുക്കുന്ന ഫലം മാത്രമേ ആ വ്യക്തിയെ കൊണ്ടുണ്ടാകുന്നുള്ളൂ എന്നാണ് പത്മപുരാണം വ്യക്തമായിട്ട് പറയുന്നത്. നോക്കൂ. അപ്പൊ അമ്മയ്ക്ക് പ്രസവവേദന കൊടുക്കാൻ വേണ്ടി മാത്രം മൃഗീയ ജന്മം, മ്ലേച്ഛ ജന്മമാണ് എടുക്കുന്നത്. ഇങ്ങനെയുള്ള ജന്മത്തെയാണ് ശീലപ്രഭുപാദ് മാറ്റിയെടുത്തത്, ഹാപ്പിയാക്കിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഈ പ്രസ്ഥാനത്തില്, ഈ വടുവൃക്ഷത്തിന്റെ ചുവട്ടില് ഒരു ചെറിയ ഒരു എത്തെങ്കിലും ആകാനായിട്ട് നമുക്ക് കിട്ടിയ ഭാഗ്യം എത്രയോ അതിശ്രേഷ്ഠമാണ്. ഇങ്ങനെ നമുക്കിപ്പം സമയം 11 പോകുന്നു. എന്നിട്ട് നമ്മൾ ഇരിക്കാൻ പറ്റിയ ഒരു അവസരം, ആ മാനസിക ഭാവം അല്ലെങ്കിൽ മനസ്സിനെ അങ്ങനെ ചിട്ടപ്പെടുത്തിയത്, ആ ശ്രദ്ധയോടെ ഇരിക്കാനും അത് വളരെ ക്ഷമയോടുകൂടി അത് കേൾക്കുവാനും ഒക്കെ ഉണ്ടാകുന്ന ആ ഭാവം വളരെ ശ്രേഷ്ഠമാണ്. ഇവിടെ നമ്മുടെ യഥാർത്ഥ അച്ഛനും അമ്മയും നമ്മുടെ വിരഹത്തിൽ ദുഃഖിതൻ രാധാറാണിയും കൃഷ്ണനും നാരായണനും ഒക്കെ നമ്മള് വിരഹം, നമ്മൾ അവരെ വിട്ടിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്ത് ദുഃഖാലയം, അശാശ്വതമെന്ന ഈ ലോകത്ത് സുഖം തേടി നടക്കുന്നു. ഈ ദുഃഖാലയം അശാശ്വതമാണെന്ന് ഭഗവാൻ പറയുന്ന ലോകത്ത് വിഡ്ഢികളായ നാം ഓരോരുത്തരും സുഖം തേടി നടക്കുന്നു. എവിടെ സുഖം കിട്ടാനാണ്? ഇത് ദുഃഖാലയമാണ്, അശാശ്വതമാണ്. സുഖാലയം ശാശ്വതത്തിൽ മാത്രമേ സുഖം കിട്ടൂ. അവിടെ പോയെങ്കിൽ മാത്രമേ പറ്റൂ. പക്ഷെ നാം ഓരോരുത്തരും സുഖം തേടി നടക്കുന്നു. നമുക്ക് എവിടെ സുഖം കിട്ടാൻ? അങ്ങനെ ജീവശവോ നിഖതി ദസ്യ പാപകർമ്മ യേന ശ്രുതം സുഖകഥാ വചനം ന കിഞ്ചിത് ധിക്തം നരപശു സമം ഭൂവി ഭാരരൂപം ഏവം വദന്തി ദിവി ദേവ സമാജമുഖ്യഃ. സുഖശാസ്ത്രം ആകുന്ന ഭാഗവതം കേട്ടില്ല എങ്കിൽ ആ വ്യക്തി ചലിക്കുന്ന പാപിയുടെ രൂപം ആണ് എന്ന്. അപ്പൊ ഏതൊരു വ്യക്തി ഭാഗവതം പഠിച്ചില്ല, ഭാഗവതം കേട്ടില്ല എങ്കിൽ ആ വ്യക്തി ചലിക്കുന്ന പാപിയുടെ രൂപമാണ്. അപ്പൊ നോക്കൂ, ഭാഗവതം കേൾക്കാത്ത വ്യക്തി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാപിയാണ് എന്നാണ് പറയുന്നത്, രൂപമെന്ന്. ഇവർ പശുവിന് തുല്യമാണ്, മൃഗതുല്യമാണ്. ഭാരം, അതായത് മൃഗങ്ങളുടെ ഭൂമിക്ക് തന്റെ ഭാരം കൊടുക്കുന്നു. അതാണ് ദേവന്മാരുടെ ലീഡർ പറയുന്ന ഈ അഭിപ്രായം. ദേവന്മാരാണ് പറയുന്നത്, അവരുടെ ലീഡറാണ് ഈ പറഞ്ഞ അതിന്റെ അർത്ഥം പറയുന്നത്. കാരണം ദുർലഭ ഏവ കഥ ലോകേ ശ്രീമദ് ഭാഗവത
ശ്രീമദ് ഭാഗവതോ ഉദ്ഭവ കോടി ജന്മ സമുദ്ധേന പുണ്യ നവതു ലഭ്യതേ. കോടി ജന്മം പുണ്യമുള്ളവർക്കാണ് ഭാഗവതം കേൾക്കാൻ ഭാഗ്യം കലിയുഗത്തിൽ കിട്ടുന്നത്. അപ്പം ഏതൊരു വ്യക്തി ഭാഗവതം കേൾക്കുവാനുള്ള ഭാഗ്യം കിട്ടണമെങ്കിൽ കോടിക്കണക്കിന് ജന്മത്തിന്റെ പുണ്യത്തിന്റെ പരിണിത ഫലമായിട്ടേ അങ്ങനെ ഒരു വ്യക്തിക്ക് അവസരം കിട്ടുകയുള്ളൂ. നോക്കൂ, അപ്പം കേൾക്കാൻ ഭാഗ്യം കലിയുഗത്തിൽ പ്രത്യേകിച്ച് തേനയോഗ നിതേ ധീമൻ സോത് വ്യാസ പ്രയത്ന ഭിന്നാനാം നിയമോ നാസ്തി സർവദാ ശ്രവണം മതഃ. ശ്രീമദ് ഭാഗവതം സർവദാ ശ്രവണം, നിയമമൊന്നുമില്ല. 4 കുമാരന്മാർ പറയുന്നു, ഈ ഭാഗവതം ശ്രവിക്കുന്നതിന് യാതൊരു നിയമങ്ങളുമില്ല. എപ്പോ വേണമെങ്കിലും ശ്രവിക്കാം, എവിടെ ഇരുന്ന് വേണമെങ്കിലും കേൾക്കാം, എവിടെ ഇരുന്ന് വേണേലും വായിക്കാം. സമയമില്ല. രാത്രിയിലും വായിക്കാം, രാവിലെയും വായിക്കാം, വൈകിട്ടും വായിക്കാം, ഉച്ചയ്ക്കും വായിക്കാം. എപ്രകാരം ഹരിനാമം ജപിക്കുന്നോ അപ്രകാരം ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും വേദശാസ്ത്രങ്ങൾ, നമ്മുടെ ചൈതന്യചരിതാമൃതം എന്ന് വേണ്ട എല്ലാം പഠിക്കാമെന്ന് 4 കുമാരന്മാർ പറയുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭാഗവത ഗജേന്ദ്രാജ് की, शिला प्रभुपाद की, गुरुदेव की, समवेद भक्त वृंद की, हरिनाम संकीर्तन की जय. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അറിയാവുന്ന പറയാം. ഹരേ കൃഷ്ണ. നിങ്ങളെല്ലാവരും ബോറടിച്ചെന്നറിയാം. എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഒരു പോയിന്റെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പറയും പ്ലീസ്. ചെറിയ തോതിലെങ്കിലും ശ്രീമദ് ഭാഗവതം, അതായത് ശുഭശാസ്ത്ര കഥ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ജന്മ മൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന ചക്രത്തിൽ കുടുങ്ങേണ്ടി വരും. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരിബോൾ. ഹരേ കൃഷ്ണ. വലിയ വാല്യൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. രണ്ടാമത് പ്രണാം. രണ്ടാമത് അവിടെ ഇടിയും മഴയൊക്കെ ഉണ്ടോ? വളരെ അതേപോലെ എനിക്ക് പേടിയായിരുന്നു, കറണ്ട് പോവുമോ. ഭഗവാന്റെ കൃപ ഇതുവരെ പോയില്ല. ഭാഗവതവും ഭഗവത്ഗീതയും ഭഗവാൻ തന്നെയാണ്. തീർച്ചയായും ഗ്രന്ഥരൂപത്തിൽ വന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാഗവതം ദിവസവും വായിക്കുക, നിത്യം ഭാഗവത സേവയ. അത് അല്ലെങ്കിൽ മൃഗതുല്യമാകും ജീവിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഭാഗവതം വായിച്ചാല് ജന്മകോടികൃതം പാപം, ഒരുപാട് ജന്മങ്ങളിൽ ചെയ്ത പാപം ഇല്ലാതെയാവുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഭാഗവതം വായിക്കുന്നത് നമുക്ക് ശ്രവണവും കീർത്തനവും രണ്ടും ഒപ്പം സാധ്യമാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭാഗവതം പൊതുവെ 2 തരത്തിലാണ് പറയുന്നത്, ഗ്രന്ഥഭാഗവതവും ഭക്തഭാഗവതവും. അപ്പോൾ സുഖമുഖാര വൃന്ദത്തിൽ നിന്ന് വന്ന ഭക്തഭാഗവതമാണ് ഏറ്റവും ശ്രവിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ഏറ്റവും ഉത്തമം. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. വേദം പഠിക്കുന്നതിലും പുരുഷ സൂക്തം പഠിക്കുന്നതിലും ബ്രാഹ്മണനെ സ്തുതിക്കുന്നതിലും വൈഷ്ണവരെ സ്തുതിക്കുന്നതിലും തുളസി ആരതി ചെയ്യുന്നതിലും എല്ലാം ശ്രേഷ്ഠമാണ് ഭാഗവത പാരായണം. ആ ഫലം എല്ലാം ഭാഗവത പാരായണത്തിൽ കൂടെ കിട്ടും.
കേട്ടു. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ. മാതാജി മാതാജി എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ മുമ്പോട്ട് വരുന്നില്ല അങ്ങോട്ട്. അതുകൊണ്ട് ഞാൻ ഹരേ കൃഷ്ണ പറഞ്ഞത്. അത് വന്നോളൂ ഇല്ലേ? 70 എംഎമ്മിന്റെ ചിരിയാ. കഴിഞ്ഞോ? ഹരേ കൃഷ്ണ ഗീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം പ്രഭുജി. പ്രണാം പ്രണാം. കുറച്ചേറെ നാളുകൾക്ക് ശേഷം മുഖം ഒന്ന് കണ്ടത്. അതെ 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 അതെ. ഞാൻ ഇന്നലെ പ്രഭുവിന്റെ മെസ്സേജ് കണ്ടിരുന്നു. സാധാരണ 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കിടക്കാറുള്ളത്. അപ്പൊ മൊബൈൽ നോക്കിയപ്പോ ഇപ്പൊ ഒന്ന് കേറി നോക്കിയാലോ എന്ന് പറഞ്ഞ് ഞാൻ കേറിയതാ. അപ്പൊ എല്ലാവരുടെയും ദർശനം കിട്ടാൻ കഴിഞ്ഞു. ഹരേ കൃഷ്ണ മാതാജി, ഒരുപാട് പ്രത്യേകം സന്തോഷമുണ്ട്. വിളിക്കാതെ മാതാജി വെറുതെ ഒരു മെസ്സേജ് കണ്ടിട്ട് കയറി. മാതാജി ഒരുപാട് ധന്യമാക്കി ഈ മുഹൂർത്തം. അയ്യോ, ഒരുപാട് വിളിക്കണ്ട പ്രഭു, സന്തോഷം. നല്ല തിരക്കല്ലേ പ്രഭു. ഇപ്പൊ എല്ലാം നമുക്ക് വാട്സപ്പിൽ കിട്ടുന്നുണ്ടല്ലോ. അതെ അതെ, എന്നാലും ഒരുപാട് സന്തോഷം മാതാജിയെ കാണാൻ ഹരേ സാധിച്ചതിലും കൃഷ്ണ. വീണ്ടും മാതാജിയുടെ അസോസിയേഷൻ കിട്ടാൻ സാധിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുവിന് സുഖമല്ലേ മാതാജി? ആ, സുഖമാണ് പ്രഭു. ആള് കിടന്നു, കാരണം രാവിലെ 3:30 എണീക്കണ്ടേ. അതെ അല്ലേ. അപ്പം ആസ് യൂഷ്വൽ നേരത്തെ കിടക്കാറുണ്ട്, അവിടുത്തെ പോലെ തന്നെ. അതെ അല്ലേ. ഹരേ കൃഷ്ണ. പ്രത്യേകിച്ച് മഴയും കാറ്റും ഒക്കെ ആയിട്ട് സുഖമാണ്, നല്ല സുഖമാണ്. നേരത്തെ ഉറങ്ങാൻ. സാബുകൃഷ്ണ പ്രഭു ജയഹോ, എന്തുകൊണ്ട് വിശേഷങ്ങൾ? ഹരേ കൃഷ്ണ പ്രഭു, സുഖമാണ് പ്രഭു. സുഖങ്ങളൊക്കെ തന്നെ. അതെ 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 അതെ. അപ്പം ഇനി പോയിന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സമ്മറൈസ് ചെയ്യാം. എല്ലാവർക്കും ഉറങ്ങാനുള്ള സമയമായി. ആരെങ്കിലും ഉറങ്ങിയോന്ന് പോലും അറിയില്ല. ചിലരൊക്കെ ഇരിപ്പുണ്ടാകും. ഹരേ കൃഷ്ണ. ജയഗോപാൽ പ്രഭു, ഹരേ കൃഷ്ണ. ഇല്ല, നമ്മൾ നിങ്ങളെല്ലാം പറയുന്ന കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രഭുജി. ഇവിടെ വേറെ ചില സർവീസിലായിരുന്നു. കൃഷ്ണ ചൈതന്യ പ്രഭുവും അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഒരു ഇക്കോ വരുന്നത്. എന്തായാലും എല്ലാരെയും കാണാൻ പറ്റി. പ്രത്യേകിച്ച് ഗൗരിപ്രേം മാതാജിയും സാവകൃഷ്ണ പ്രഭുജിയും ഒക്കെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം. ബാക്കി പ്രേമ പ്രഭുജിയും മാതാജിയും ഞങ്ങളെല്ലാരും കാണുന്നതാണ്. ഞങ്ങള് റെഗുലർ ഫേസ് ആണ്. പിന്നെ ഗുരുപ്രഭുവിനെ ഒത്തിരി നാളിന് ശേഷമാണ്. പിന്നെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എന്നാലും കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. എന്തായാലും പ്രഭുജി താങ്ക് യു. അതെന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകും, ഉറപ്പാണ്. ഒത്തിരി നല്ല വൈഷ്ണവരുടെ ബ്ലെസ്സിങ്സ് ജയേഷ് പ്രഭുവിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകും. ഭാഗവതം അല്ലേ, അത് കൊണ്ടുപോയിക്കോളും. ഒരു താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ ഭാഗവതം ഓട്ടോമാറ്റിക്കലി അത് ഡ്രൈവ് ചെയ്തോളും പ്രഭുവിനെ. വഴി അത് കാണിച്ചു തരും. ഞാൻ കൃഷ്ണചൈതന്യ പ്രഭുവിനെ തരാം പ്രഭുജി. ഹരേ കൃഷ്ണ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കേട്ടത് നന്നായിരുന്നു. എന്തായാലും പുതിയ ഈ ഒരു സത്സംഗം വളരെ നന്നായിട്ട്, അത് പിന്നെ ജയേഷ് പ്രഭു ഏൽക്കുന്ന കാര്യമെല്ലാം വളരെ നന്നായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തോളും. വേറെ ആരും അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്തായാലും വളരെ സന്തോഷം പ്രഭു. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ദർശനവും കിട്ടി. അപ്പൊ ഞങ്ങള് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സത്സംഗം പ്രഭുവിനോട് യാത്ര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സാബുകൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഞാൻ കണ്ടില്ല പ്രഭു, ഞാൻ കണ്ടില്ല. ഇപ്പഴാ കണ്ടത്. സാബുകൃഷ്ണ പ്രഭു കണ്ടായിരുന്നു. ഒരുപാട് നാളായി കണ്ടിട്ടില്ല. സുഖമില്ല പ്രഭു? സംസാരിച്ചിട്ട് പ്രഭു ഒരു ദിവസം സംസാരിച്ചു. അന്ന് ഫോട്ടോ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല, വെളിയിലായിരുന്നു ഞങ്ങൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി മോളും ഒക്കെ സുഖമായിരിക്കുന്നല്ലോ? അതെ അതെ, സുഖമായിട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഈ ഒരു മുഹൂർത്തത്തിൽ വന്ന് ഞങ്ങളെല്ലാം അനുഗ്രഹിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമൊക്കെ തന്ന് എല്ലാ വരിഷ്ഠ വൈഷ്ണവർക്കും അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത ബാക്കിയുള്ള എല്ലാവർക്കും ഒരുപാട്
നന്ദി ഭഗവാന്റെയും ഈ സത്സംഗത്തിന്റെയും പേരിൽ നേരുന്നു. അതുപോലെ ഇനി അതേ പ്രോത്സാഹനവും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും അത്യന്താപേക്ഷിതമാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ. അപ്പം എല്ലാവരും വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം അടുത്ത ബുധനാഴ്ച. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി മൈൻഡ് ചെയ്യട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ